സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഈശ്വരൻ എല്ലാവരെയും എന്ത് ചെയ്യുന്നു? മായയിൽ ഹൃദയത്തിൽ ഇരുന്നും കൊണ്ട് മായ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക എന്നാ പറഞ്ഞത്. മായ എന്ന് പറഞ്ഞാൽ ഈ സംസാരം തന്നെയാണ്. ഇതിലിങ്ങനെ കറക്കുകയാണ്. എന്താ അതിനുള്ള നിവൃത്തി? ഇപ്പൊ യന്ത്രോഴിഞ്ഞലിലൊക്കെ കറങ്ങുന്നില്ലേ? അതുപോലെയാണ്. ജയന്റ് വീലിലൊക്കെ കയറിയാൽ ഇങ്ങനെ യന്ത്രോഴിഞ്ഞല് അതിലിങ്ങനെ ആദ്യം കറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല, സന്തോഷമാണ്, ചിരിച്ചും കൊണ്ടൊക്കെ ഇരിക്കാൻ തോന്നും. രണ്ടാമത്തെ പ്രാവശ്യം കറങ്ങുമ്പോഴോ അന്നേരം അത്ര കുഴപ്പമൊന്നുമില്ല. മൂന്നാമതാകുമ്പം കുറച്ച് വേഗത കൂടി, അതോടുകൂടി ഉള്ളിൽ നിന്നൊരു കാളലൊക്കെ വരാൻ തുടങ്ങി. നാലാമതാകുമ്പോഴോ ഒന്നും കൂടിയും വേഗത കൂടി. അടുത്തന്നെ മകളും ഭാര്യയൊക്കെ ഇരിക്കുന്നുണ്ടാവും. നേരെ അവരുടെ മുമ്പിൽ ഞാൻ പേടിച്ചു എന്ന് പറയാൻ വയ്യല്ലോ, പറയാൻ മുഖത്തങ്ങനെ ഭാവം വരരുതല്ലോ. ഉള്ളിലിങ്ങനെ പേടിയാവാൻ തുടങ്ങി. നാലാമത്തെ അഞ്ചാമത്തെയും കറക്കാകുമ്പോൾ ഒന്നും കൂടി വേഗത കൂടി. ജയന്റ് വീല് പോലെ തന്നെയാണ്. ഒരു തോണിയില്ലേ, അതും അങ്ങനെ തന്നെയാണ്. ആദ്യം കറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല, ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വലിയ കുഴപ്പമില്ല. കുറച്ചും കൂടി വേഗത കൂടിയാലോ അപ്പം ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത് കാണാം. 5-6 തിരിയലാട് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് നിർത്തണേന്നാവും. ഇപ്പം എന്താ അവസ്ഥ? ഇപ്പം ആരോടാ പറയുക? അതിൻ്റെ ഗിയർ പിടിച്ച് തിരിക്കുന്ന ഒരാളുണ്ടാവും അവിടെ, അയാളൊന്ന് തൊഴു തന്നെ, ഒന്ന് നിർത്തി തരൂ എന്ന് പറയുക. അതന്നെ ചെയ്യാനുള്ളൂ. മായയിൽ നിന്ന് മോചനം കിട്ടാൻ എന്താ വഴി? തമേവ, ആ ഭഗവാനെ തന്നെ ആശ്രയിക്കുക. തമേവ വത്സാശ്രയ ഭൃത്യവത്സലം എന്ന് പറയുന്നില്ലേ? ആ പരമാത്മാവായിരിക്കുന്ന ഭഗവാനെ തന്നെ ആശ്രയിച്ചാൽ നമുക്ക് സാക്ഷാൽ സ്വരൂപത്തിലേക്ക്, ജീവഭാവത്തെ പോയി ജീവഭാവം കൊഴിഞ്ഞ് പരമാത്മഭാവത്തിലേക്ക് നമുക്ക് ചേരാൻ സാധിക്കുന്നു. അതിന് മായ നീങ്ങണം. മായ നീങ്ങാൻ ഭഗവാനെ തന്നെ ആശ്രയിക്കുക. ഈ ഒരു അവസ്ഥ, ഈ മായയിൽ നിന്ന് മുക്തനാവാൻ വേണ്ട മാർഗം, അതാണ് ജനകനും അശ്വപതിയും എല്ലാവരും പറഞ്ഞു തരുന്നത്. കർമ്മത്തിലൂടെ തന്നെ മോചനം നേടാനുള്ള വഴി. അവരുടെ ആ ആശയമാണ് ഈ നവമസ്കന്ധത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. കുറച്ചൊക്കെ അതിശയോക്തിയൊക്കെ ഉണ്ടാവും കഥകളിൽ, അത് പുരാണത്തിന്റെ ഒരു രീതി എന്ന് മാത്രം. 1,00,000 കൊല്ലം ഭരിച്ചു എന്നൊക്കെ കാണാം. കുറേ കാലം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അനവധി കാലം പ്രവർത്തിച്ചു. അങ്ങനെ പ്രവൃത്തിയിലൂടെ നിവൃത്തിയിലേക്ക് എത്തിയ മഹാപുരുഷന്മാരാണ് നവമത്തിലെ ഭക്തന്മാരെല്ലാവരും. അംബരീഷനാവട്ടെ, ഇനി യയാതിയാവട്ടെ, അതുപോലെ രന്തിദേവനാവട്ടെ, എല്ലാവരും അങ്ങനെയാണ്. പ്രവൃത്തിയിലൂടെ നിവൃത്തിയിലേക്ക് എത്തിയവരാണ്. പ്രവർത്തിക്കാതിരുന്നവരല്ല, കർമ്മം ചെയ്യാതെ ഒരു ഭാഗത്ത് പോയി ചടച്ചിരുന്നവരല്ല അവരാരും. കർമ്മങ്ങളൊക്കെ ചെയ്തു, ഒട്ടലില്ലാതെ കർമ്മം ചെയ്തു. ഇതുപോലെ രാമകൃഷ്ണദേവൻ ഒരു ഉദാഹരണം പറയുന്നില്ലേ? ചക്ക മുറിക്കുന്ന സമയത്ത് ചക്കയുടെ മുകളിൽ ഒരു വിളഞ്ഞിയുണ്ട്. വിളഞ്ഞി എന്നല്ലേ ഇവിടെ പറയുക? എന്താ പറയുക? ഒരു പശ ഉണ്ട്. ആ പശയ്ക്ക് എന്താ ഓരോരുത്തരും ഓരോ പേരാണ്. എന്തോ ആവട്ടെ, നിങ്ങളുടെ നാട്ടിൽ വിളഞ്ഞീന്നാ പറയുക. ആ വിളഞ്ഞീൻ്റെ മുകളിൽ പറ്റാതിരിക്കാൻ എന്താ വഴി? ആദ്യം തന്നെ ലേശം വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി. വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ചക്ക മുറിക്കുക. എന്നാൽ വെളിച്ചെണ്ണ കാരണം ആ ചക്കയുടെ പശയൊന്നും നമ്മുടെ കയ്യുമ്പോൾ പറ്റില്ല. ഇതുപോലെ അനവധി ഉദാഹരണങ്ങൾ കാണാം. അനവധി ഉദാഹരണങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു തരുന്നുണ്ട്. വെള്ളത്തിലൂടെയേ പോവുള്ളൂ, പക്ഷെ വള്ളത്തിനുള്ളിൽ എന്ത് കയറരുത്? വെള്ളം കയറരുത്. അപ്പൊ കർമ്മം ചെയ്യാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നു? ഭഗവത് സമർപ്പണമായി ചെയ്യുന്നു. ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു, ആ ഭാവത്തോടുകൂടി കർമ്മം ചെയ്യുന്നു. ഇതാണ് ചുരുക്കത്തിൽ കർമ്മയോഗം. ഈ ഫലാകാംക്ഷ കൂടാതെ കർമ്മം ചെയ്യുക, അതും അതെ, അതും കർമ്മയോഗം തന്നെയാണ്. ഗീതയിൽ പറയുന്നില്ലേ വളരെ ഭംഗിയായിട്ട്? കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കദാചന. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് വിചാരിക്കുന്ന ഫലം കിട്ടണമെന്നുണ്ടോ? അപ്പൊ നമ്മൾ അനവധി കർമ്മം ചെയ്തുവല്ലോ. എല്ലാ കർമ്മത്തിൻ്റെയും ഫലം വിചാരിച്ചതുപോലെ ആവണം എന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ വിജയം ഉണ്ടായി എന്ന് വരും, വിചാരിച്ചതുപോലെയൊക്കെ നടന്നു എന്ന് വരും. ചിലപ്പോൾ വിപരീതമായും സംഭവിക്കാം. അപ്പോൾ പ്രാർത്ഥന കുറേയൊക്കെ നന്നാക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പ്രാർത്ഥന കൊണ്ടൊക്കെ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്കൊക്കെ ഒരു വിധം എത്താൻ കഴിയും. എന്നാൽ ചില സമയത്തോ എത്ര നന്നായി പ്രാർത്ഥിച്ചാലും ഭക്തി ഉണ്ടായാലും ചിലപ്പോൾ എന്തായി വരും? വിപരീതമായ ഫലവും കിട്ടിയെന്ന് വരും. എല്ലാ സമയത്തും അനുകൂലമാവണമെന്നുണ്ടാവും? ഇല്ല. ഇപ്പൊ പരീക്ഷയിൽ ജയിക്കാനും സാധ്യതയുണ്ട്, തോൽക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ കഴിഞ്ഞൊരു പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. അപ്പൊ അതിൽ എത്രയോ കുട്ടികൾ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടൊന്നല്ല, നല്ലതുപോലെ പഠിച്ച് പരീക്ഷ എഴുതി എന്തായാലും MBBS ആവും എന്ന ആ ഒരു ഉറപ്പിൽ നിൽക്കുന്ന കുറേ കുട്ടികൾ വീട്ടിലെത്തി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി ഒക്കെ നേരെയായി, എഴുതിയ ഉത്തരമൊക്കെ കൃത്യമായി എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്തായത്?
ആ പരീക്ഷ എന്നെ ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത മാസമാണ് പരീക്ഷ. അപ്പം എന്തായി? ഇപ്പം വിചാരിച്ചതിന് വിപരീതമായില്ലേ? ആ പരീക്ഷ ചിലപ്പോൾ നല്ല വിജയത്തിലേക്ക് എത്തിയ കുട്ടിയായിരിക്കും. ഇപ്പം എന്താ ഉണ്ടാവുക? ആ പരീക്ഷ എന്നെ ക്യാൻസലായി. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇപ്പം കർമ്മം നമ്മൾ വിചാരിച്ചതുപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ വിപരീതമായ സാഹചര്യം ഫലം വരാം, ചിലപ്പോൾ അനുകൂലമായ ഫലവും വരാം. രണ്ടിനാലും ബാധിക്കപ്പെടാതെ മനസ്സ് ഭഗവാനിൽ വെച്ചും കൊണ്ട് അവനവനിലേക്ക് വരുന്ന കർത്തവ്യ കർമ്മങ്ങളെ ഈശ്വര സമർപ്പണമായി ചെയ്യുക. ഇതാണ് ജനകനും രന്തിദേവനും ഭരതനും യയാതിയും യദുവും എല്ലാവരും നാമസ്കന്ധത്തിലുള്ള എല്ലാ മഹാപുരുഷന്മാരും പഠിപ്പിച്ചു തന്നത്. അന്തരീക്ഷം നോക്കൂ. അന്തരീക്ഷം എങ്ങനെയായിരുന്നു? അന്തരീക്ഷോ മഹാഭാഗ സപ്തദ്വീപവതീം മഹീം. 7 ദ്വീപുകളോടുകൂടിയ ഈ ഭൂമിയുടെ അധിപനായിരുന്നല്ലോ അംബരീഷൻ. അദ്ദേഹം കർമ്മം ചെയ്യാതിരുന്നിട്ടില്ല, എല്ലാ കർമ്മവും അദ്ദേഹം ചെയ്തു. പക്ഷെ മനസ്സ് എവിടെയാ? അദ്ദേഹത്തിന്റെ മനസ്സ് ഭഗവാന്റെ പാദത്തിലാണ്. സവൈമന കൃഷ്ണപദാരവിന്ദയോ വചാംസി വൈകുണ്ഠഗുണാനുവർണ്ണനേ കരൗ ഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാര അച്യുത സൽക്കഥോദയേ. മനസ്സ് ഭഗവാന്റെ പാദങ്ങളിലായിരുന്നു, ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടായിരുന്നു. അതുപോലെ കരൗ ഹരേർ മന്ദിരമാർജനാദിഷു, കൈകള് ഭഗവാന്റെ ആ കൈങ്കര്യം ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചത്. അങ്ങനെ എല്ലാ കർമ്മങ്ങളും ഭഗവത് സമർപ്പണമായി അദ്ദേഹം ചെയ്തു. ഇങ്ങനെയുള്ള അംബരീഷൻ. ഇതാ ദ്വാദശസ്കന്ധത്തില് ഇവരുടെയൊക്കെ ചരിത്രം എന്തിനാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗം കാണാൻ കഴിയും. ദ്വാദശസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ കാണാം. അവിടെ അനവധി ഭരണാധികാരികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പൃഥുപുരൂരവാഖ്യാതി നഹുഷോ ഭരതോർജുന മാന്ധാദാസകരോ രാമ ഖട്വാംഗോ ദുന്ധുഹാരഘു തൃണബിന്ദുർ യയാദിശ്ച. അങ്ങനെ അനവധി ഭരണാധികാരികളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഭാഗവതത്തിൽ പറഞ്ഞ ഗുരുനാഥന്മാരായ ആചാര്യന്മാരുടെ ലിസ്റ്റാണ് കൊടുത്തത്. അതിൽ ചിലരൊന്നും അത്ര നല്ല കഥാപാത്രമല്ല. രാവണോ ലോകരാവണനായ രാവണൻ, എല്ലാവരുടെ ചരിത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അതൊക്കെ പറഞ്ഞത്? എന്നിട്ട് അവസാനം പറയാണ്, കഥാവശേഷാകാലേന ഹ്യകൃതാർത്ഥാകൃതാ വിഭോ. ഈ ലോകത്തിൽ ഇവരൊക്കെ വലിയ കേമായിട്ട് നടന്നു. സർവേ സർവജിതോജിതാഹ, ലോകത്തെ മുഴുവൻ ജയിക്കാനായിട്ട് നടന്നു. മമതാമ്മയ്യവർത്തന്ത, ഭൂമിക്ക് വേണ്ടി പടവെട്ടി. സമുദ്രാവരണം ജിത്വ, സമുദ്രം വരെയുള്ള ഭൂമി കൈക്കലാക്കാനായിട്ട് അവരൊക്കെ പരിശ്രമിച്ചു. ഘോരമായ അനവധി യുദ്ധങ്ങൾ, രക്തച്ചൊരിച്ചിലുകളൊക്കെ അവർ നടത്തി. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായത്? അകൃതാർത്ഥാകൃതാ വിഭോ, സന്തോഷാവാതെ ഈ ലോകം വിട്ടുപോയി. കാരണം ഇതൊക്കെ എന്തൊക്കെ വെട്ടിപ്പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല, അവസാനം അതൊക്കെ ഇവിടെ വെച്ച് പോകേണ്ടതായിട്ട് വരും. ഒന്നും കൊണ്ടുപോകാണ്ടാവില്ല. അതാണല്ലോ അലക്സാണ്ടർ പറയുന്നത്. അലക്സാണ്ടർ സിന്ധു നദിയിലൂടെ നടക്കുന്ന സമയത്ത് ദണ്ഡിമീസ് പേരായ ഒരു സന്യാസിയെ കണ്ടു. യൂറോപ്യന്മാര്, ഗ്രീക്കുകാര് ആ പേരിലാണ് വിളിച്ചത്. ശരിക്കും അദ്ദേഹത്തിന്റെ പേര് ദാണ്ഡിയായൻ എന്നാണ്. ഹിന്ദു പേര് ദാണ്ഡിയായൻ എന്നാണ്. അദ്ദേഹത്തിനെ അവര് വിളിച്ചത് എന്താണ്? ദണ്ഡിമീസ് എന്നാണ്. ഗ്രീക്ക് ചരിത്രകാരന്മാർ എഴുതി വെച്ചത് അത് വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവര് അലക്സാണ്ടറിന്റെ സംവാദവും ഇദ്ദേഹമായിട്ട് ഉള്ള സംവാദവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അലക്സാണ്ടർ തോറ്റുപോയത് ഈ ദണ്ഡിമീസിന്റെ മുമ്പിൽ മാത്രമാണ്. ദണ്ഡിമീസിനോട് പറഞ്ഞു തൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. വരില്ല എന്ന് പറഞ്ഞു. നിന്നെ പിടിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അങ്ങയുടെ ഈ ഒരു നോട്ടം കൊണ്ടും അങ്ങയുടെ ഈ വാള് കൊണ്ടൊന്നും ഞാൻ ഭയക്കില്ല. ഞാൻ ആരാണ്? എൻ്റെ ഈ ശരീരം തന്നെ എന്താണ്? ആത്മാവിനൊരു വസ്ത്രം പോലെ നിൽക്കുന്ന ശരീരമാണ്. ഇത് പോയാലും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കേട്ടപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു മറുപടി ആദ്യമായിട്ടാണ് അദ്ദേഹം കേട്ടത്. അദ്ദേഹത്തിനെ നമസ്കരിച്ചു, ഗുരുനാഥനായി കണ്ടു. അങ്ങനെ കുറേ തത്വങ്ങളൊക്കെ മനസ്സിലാക്കി. കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെയും കൂട്ടി അലക്സാണ്ടർ തൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി ഒരു പ്രത്യേക ദിക്കിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഇപ്പോൾ അധികം കാലമൊന്നും ജീവിക്കില്ല, മരിക്കുന്നു മനസ്സിലായി. മരിക്കാനായി എന്ന് മനസ്സിലായ സമയത്ത് അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, എന്നെ അടക്കം ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ശവപ്പെട്ടിൻ്റെ ഉള്ളിൽ 2 ദ്വാരം വെക്കണം എന്ന് പറഞ്ഞു. ആ ദ്വാരത്തിലൂടെ എൻ്റെ കൈകൾ പുറത്തേക്ക് വെക്കണം എന്ന് പറഞ്ഞു. എന്തിനാണെണെങ്കിൽ ഈ ലോകം മുഴുവൻ ജയിക്കാനായി നടന്ന അലക്സാണ്ടർ ചക്രവർത്തിയും പോകുന്ന സമയത്ത് എങ്ങനെയാ പോണത്? വെറും കൈയോടുകൂടിയാണ് പോണത് എന്ന് മനസ്സിലാക്കട്ടെ. എങ്ങനെ അലക്സാണ്ടറിന് ഈ ഒരു തത്വം മനസ്സിലായി? ഭാരതത്തിൽ വന്നതുകൊണ്ടാണ്. ഇവിടുത്തെ മഹാപുരുഷന്മാരുമായുള്ള സമ്പർക്കം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ബോധ്യം വന്നത്.
കഥാവശേഷ കാലേന ചകൃതാർത്ഥാകൃതാ വിഭോ. ഇവരൊക്കെ അകൃതാർത്ഥന്മാരായിട്ടാ ഈ ലോകം വിട്ടുപോയതേ, സന്തോഷമായിട്ടല്ല പോയത്. അപ്പൊ അതുകൊണ്ട് എന്താ ഈ കഥയൊക്കെ പറയാൻ കാരണം എന്താണ്? കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശപരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതി നതു പാരമാർത്ഥ്യം. ഈ കഥകളൊക്കെ പറഞ്ഞത് നമ്മളിൽ ഈ വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാനാണ്. സത്യം പരമാത്മാവായ ഭഗവാൻ മാത്രമാണ്. ഈശ്വരൻ മാത്രമേ മാറാതിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ദേഹവും മാറും. ശരീരം കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കി പോവും. അപ്പൊ എന്തേ മാറാത്തതുള്ളൂ? ഈശ്വരന് മാത്രം മാറ്റമില്ല. ആ ഭഗവാനിൽ മനസ്സിന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും, ശാന്തിയെ നേടാനായി സാധിക്കും. അല്ലാതെ വേറൊരു വഴിയില്ല. ഭഗവാന് യാതൊരു മാറ്റവും. ഭഗവാൻ എല്ലാ കാലത്തും ഒരുപോലെ തന്നെ ഉണ്ട്. എന്നും ഒരുപോലെ നിൽക്കുന്ന തത്വമാണ്. ആ തത്വത്തിൽ മനസ്സിന് ഉറപ്പിക്കൂ. അല്ലാണ്ട് വേറൊരു വഴിയില്ല. ആരാ ഭഗവാൻ? അന്തർജ്യോതിരമേയമേകമൃതം കൃഷ്ണാഖ്യം ആപീയതാം. എല്ലാവരുടെയും ഉള്ളിൽ നിൽക്കുന്ന അന്തർജ്യോതിരമേയമേകമൃതം, എല്ലാവരുടെയും ഉള്ളിൽ നിൽക്കുന്ന അന്തര്യാമിയാണ്. അന്തർജ്യോതി അമേയമേകമൃതം, ആർക്കും അളക്കാൻ കഴിയാത്ത അനന്തം എന്ന് പറയാം. അമൃതം, നശിക്കാത്തതായ തത്വം. കൃഷ്ണാഖ്യം ആപീയതാം. അങ്ങനെയുള്ള ആ പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനെ സേവിക്കൂ, കൃഷ്ണനെ പാനം ചെയ്യൂ. തൽപീതം പരമൌഷധം, അതാണ് ഏറ്റവും വലിയ ഔഷധം. സംസാര മോചനത്തിനുള്ള ഔഷധം, ദുഃഖനിവൃത്തിക്കുള്ള ഔഷധം. കൃഷ്ണനെ സേവിക്കുക, കൃഷ്ണനെ അനുഭവിക്കുക. അത് വേറൊരു വഴിയില്ല. അപ്പൊ ഈ തത്വം ബോധ്യപ്പെടുത്താനായിട്ടാണ് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതാണ്. കൃഷ്ണനാണ് സത്യം, മറ്റതൊക്കെ മിഥ്യയാണ്. ഇതാണ് വിജ്ഞാനം. ആ കൃഷ്ണനെ അനുഭവിക്കലാണ് വിജ്ഞാനം. അവിടേക്ക് എത്താൻ എന്തുണ്ടാവണം? ഈ ലോകം നശ്വരമാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. ആ ഒരു വൈരാഗ്യം, അതിനു വേണ്ടിയാണ് ഈ കഥകളൊക്കെ പറഞ്ഞത്. നതു പാരമാർത്ഥ്യം, പരമാർത്ഥമല്ല എന്നല്ല ഇതിനർത്ഥം. ഈ കഥയൊക്കെ നടന്നിട്ടുണ്ട്, നടന്നിട്ടില്ല എന്നൊന്നും അർത്ഥമില്ല. ചിലരങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെയൊന്നും അർത്ഥമില്ല. ഇതൊന്നും പരമാർത്ഥമല്ല. പരമാർത്ഥം ആരാ? കൃഷ്ണനാണ്. ഈ ജഗത്ത് പരമാർത്ഥമാണോ? അല്ല. പരമാർത്ഥം എന്താണ്? സർവേശ്വരനായ ഭഗവാനാണ് പരമാർത്ഥ തത്വം. പരമാർത്ഥധാം എന്നൊക്കെ പറയാറില്ലേ? പരമാർത്ഥം ഭഗവാനാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത്. എന്താ പരമാർത്ഥം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത്. യസ്തു ഉത്തമ ശ്ലോക ഗുണാനുവാദം. ആ ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സിന് ഉറപ്പിക്കുക. കൃഷ്ണേമലാം ഭക്തി അഭീപ്സമാന. കൃഷ്ണനിൽ പരമമായ ആ ഭക്തിയെ വെക്കൂ. എന്നാൽ ആ അനശ്വരനായ ആ തത്വത്തിൽ, അനശ്വരമായ ആ തത്വത്തിൽ മനസ്സിനെ വെച്ചാൽ ദുഃഖനിവൃത്തിയിലേക്ക് എത്താൻ കഴിയും. നമുക്കിപ്പോൾ ദുഃഖം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നമ്മുടെ മനസ്സ് നശ്വരങ്ങളായ വിഷയങ്ങളിലാണ് മനസ്സിനെ വെച്ചത്. അതിനു പകരം അനശ്വരനായ ഭഗവാനിൽ ചേർക്കുക. അതിനാണ് ഈ സത്സംഗമൊക്കെ നടത്തുന്നത്. പൊതുവെ പലതിലേക്കും പോവുക ചെയ്യുക നമ്മുടെ മനസ്സ്. അധികവും നശ്വരമായ വസ്തുക്കളിലാണ് മനസ്സ് ഒട്ടി നിൽക്കുന്നത്. അതാണ് നമുക്ക് വിഷമങ്ങളും അതുപോലെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒന്നും വിട്ടുപോവാത്തത്. എന്നാൽ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചാലോ ഒരു ദുരിതവും ഉണ്ടാവില്ല, ഒരു ദുഃഖവും ഉണ്ടാവില്ല. ദുഃഖത്തിന്റെ സാഹചര്യം വന്നാൽ പോലും എന്തുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല. മനസ്സെപ്പോഴും ശാന്തമാക്കി വെക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് ഈ സത്സംഗം. എല്ലാ സത്സംഗവും ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്. സത്രം, സത്സംഗം ഒക്കെ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിക്കാനാണ്. ഏതായാലും അങ്ങനെയുള്ള ഭക്തന്മാരുടെ ചരിത്രം ഇവിടെ പറഞ്ഞു വരുന്നു. അങ്ങനെ പറഞ്ഞു വന്ന് അവസാനം ഖട്ടുവാങ്കൻ്റെ അടുത്തേക്ക് എത്തി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഖട്ടുവാങ്കൻ മോക്ഷത്തിലേക്ക് എത്തി, ഭഗവാനെ സേവിച്ച് മുക്തിയിലേക്ക് എത്തി. തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ, ശ്രീശുകൻ തന്നെ പറയുന്നുണ്ട്, അനവധി സമയമൊന്നും വേണ്ട, മുഹൂർത്താൽ സർവമുത്സൃജ്യ ഗതവാന ഭയം ഹരിം. കുറഞ്ഞ സമയം കൊണ്ട്, മുഹൂർത്ത സമയം കൊണ്ട് ആ ഖട്ടുവാങ്കൻ ഭഗവാനെ ഉപാസിച്ച് പരമമായ തത്വത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയുള്ള ഖട്ടുവാങ്കൻ അങ്ങനെ ഓരോരുത്തരെയും പറഞ്ഞു വരികയാണ്. അങ്ങനെ ദശരഥന്റെ അടുത്തേക്ക് എത്തി. ദശരഥന്റെ പുത്രന്മാരായി ഭഗവാൻ തന്നെ അവതരിക്കുകയാണ്. രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയാ. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഇങ്ങനെ 4 പ്രകാരത്തിൽ ഭഗവാൻ തന്നെ അവതരിക്കുകയാണ്. മറ്റവതാരങ്ങളെക്കാളൊക്കെ പ്രാധാന്യം രാമാവതാരത്തിനുണ്ട്. എന്താ രാമാവതാരത്തിന്റെ മഹത്വം? രാമായണത്തിൽ പറയുന്നില്ലേ?
സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മമ ചൊല്ലിത്തരുവ ഞാൻ രാമാവതാര സമമല്ല തൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും. അനവധി അവതാരങ്ങൾ ഭഗവാൻ ഉണ്ടെങ്കിലും മറ്റവതാരങ്ങളെക്കാളൊക്കെ പ്രാധാന്യം രാമായണത്തിന്, രാമാവതാരത്തിന് ഉണ്ട് എന്ന് പറയുകയാണ്. എന്താ ആ പ്രാധാന്യം? നാമജപം കൊണ്ട് തന്നെ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും. അതാണ് രാമാവതാരത്തിന്റെ മഹത്വം. ഇപ്പൊ ഭഗവാന്റെ അവതാരാണ് വരാഹാവതാരം. വരാഹം ചെന്തർത്ഥം പന്നി. ഭസ്മൊക്കെ തൊട്ടിട്ട് പന്നി 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 ജപിച്ചു നോക്കൂ. മോക്ഷം കിട്ടില്ല എന്ന് മാത്രമല്ല, അടി കിട്ടിയെന്നും വരും. ഭഗവാന്റെ അവതാരമായിട്ട് കാര്യമില്ല. മത്സ്യം എന്ന് വായിച്ചിട്ടുണ്ടാവും, മത്സ്യാവതാരമൊക്കെ. മത്സ്യം 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 എന്ന് ഇങ്ങനെ ചോദിച്ചാൽ മത്സ്യം കൊണ്ടുപോകണവർ ചോദിക്കും, എന്നെ വിളിച്ചു ചോദിക്കും. മത്സ്യം മത്സ്യം ചോദിച്ചാൽ മോക്ഷമൊന്നും കിട്ടില്ല. മോക്ഷം കിട്ടണമെങ്കിൽ രാമാവതാരത്തിനും കൃഷ്ണാവതാരത്തിനും മാത്രമേ ഒരു പ്രാധാന്യം, ആ മോക്ഷത്തിലേക്ക് എത്താൻ സഹായിക്കുള്ളൂ. അതാണല്ലോ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണം, കൃഷ്ണാവതാരം, ഇത് രണ്ടുമാണ് പ്രധാനം. രാമാവതാരവും കൃഷ്ണാവതാരവും. കലിസന്ധരണോപനിഷത്താണിത്, വേറൊരു മന്ത്രമല്ല. കലിസന്ധരണോപനിഷത്ത് എന്നാണ് ഈ മന്ത്രത്തിന്റെ. ഇതൊക്കെ നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണ്, ഞാൻ വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല. കലിസന്ധരണോപനിഷത്ത് എന്നാണ് ഈ മന്ത്രത്തിന് പറയുക. ഇപ്പൊ രാമായണം രചിച്ച വാൽമീകി, ആദികവിയായ വാൽമീകി, ആദികാവ്യമിതം പുണ്യം എന്നാ പറയുക. ആദികാവ്യം എന്നാണ് രാമായണത്തിൽ തന്നെ രാമായണത്തെക്കുറിച്ച് പറഞ്ഞത്. ആ ആദികാവ്യമായ രാമായണം വിരചിച്ച വാൽമീകി മഹർഷി ആദ്യം ആരായിരുന്നു? ഒരു കാട്ടാളനായിരുന്നു. ഈ കാട്ടാളങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് സപ്തർഷിമാരെ കാണുന്നത്. സപ്തർഷിമാരെ പറഞ്ഞു, നീ ഇങ്ങനെ പാപം ചെയ്താൽ നരകം അനുഭവിക്കേണ്ടി വരും. പാപത്തിന്റെ ഫലമായി കുംഭീഭാഗത്തിലൊക്കെ പോയി കിടക്കേണ്ടി വരും. അവരിങ്ങനെ നിന്നെ വറുത്ത് പൊരിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് സഹായിക്കാൻ നീ ആർക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, കള്ളത്തരൊക്കെ ചെയ്യുന്നത്, കളവും എല്ലാം ചെയ്യുന്നത്, ആ ഭാര്യയും മക്കളും നിന്നെ സഹായിക്കാൻ ഉണ്ടാവുമോ? നീ ഒന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഈ കാട്ടാളെങ്ങനെ ആലോചിച്ചു, ഒന്ന് പോയി നോക്കട്ടെ, പോയി നോക്കി വരാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പോവുമോ ചോദിച്ചു കാട്ടാളൻ. ഞങ്ങൾ പോകുന്നില്ല, വേണേ ബാഗൊക്കെ നിനക്ക് തരാം, നീ കൊണ്ടുപോയിക്കോ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. നിന്നീടും അത്ര ഇവനങ്ങ നിസ്സംശയം, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക, എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രത്നാകരൻ എങ്ങോട്ട് പോവുകയാണ്? തൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. ഗൃഹത്തിലെത്തി ഭാര്യയോടും മക്കളോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടാവുമോ എന്നെ എന്ന് ചോദിച്ചു. നേരെ അവര് പറഞ്ഞു, കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? അവനവൻ ചെയ്യുന്ന കർമ്മം അവനവൻ തന്നെ അനുഭവിക്കുള്ളൂ, മറ്റാരും അനുഭവിക്കില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കേണ്ടതായി വരും എന്ന് പറഞ്ഞു. ഇതങ്ങട്ട് കേട്ടപ്പോഴേക്കും ഈ രത്നാകരന് ആകെ ഒരു വൈരാഗ്യം വന്നു. അദ്ദേഹം ആ വില്ലും അമ്പും ഒക്കെ വലിച്ചെറിഞ്ഞു. നേരെ എങ്ങോട്ട് വരികയാണ്? ആ സപ്തർഷിമാരടുത്തേക്ക് വരികയാണ്. അവരോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അയാൾക്ക് പറഞ്ഞു കൊടുക്കുക? രാമനാമം നേരിട്ട് പറഞ്ഞു കൊടുത്താൽ അങ്ങോട്ട് മനസ്സിലാവില്ല. അവസാനം ഇവരെന്ത് പറഞ്ഞു കൊടുത്തു? മരാന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മരാന്ന് ജപിച്ചാൽ ആദ്യമല്ലേ മരാന്നാവുള്ളൂ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താവും? രാമാന്നാവുമല്ലോ. ചോദിച്ചു നോക്കാം, മര രണ്ട് നാമേ മരാന്നാവുള്ളൂ. നാലാമത്തെ നാമാകുമ്പോഴത്തേക്ക് രാമാന്നാവും. അങ്ങനെ അദ്ദേഹം രാമനാമം ജപിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും പുറ്റു വന്ന് മൂടുകയാണ്. അത്ര ഏകാഗ്രതയോടുകൂടി രാമനാമം ജപിച്ചു. നാരായണ എന്നുള്ള നാമത്തിന്റെ രണ്ടാമത്തെ അക്ഷരവും നമശിവായ എന്ന മന്ത്രത്തിന്റെ രണ്ടാമത്തെ അക്ഷരവും കൂടി ചേർന്നതാണ് രാമ. അത്ര പ്രാധാന്യമുണ്ട്. ശൈവ വൈഷ്ണവ സങ്കല്പത്തിന്റെ സമന്വയം, ദർശനത്തിന്റെ സമന്വയം നമുക്ക് രാമന്റെ സമ്പ്രദായത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ രാമനാമവും ജപിച്ച് അദ്ദേഹം അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. കാലങ്ങൾ കഴിഞ്ഞു. സപ്തർഷിമാർ ആ വഴിക്ക് ഇങ്ങനെ വന്നു. ഇപ്പൊ രാമ എന്നൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഒരു പുറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. ഇപ്പൊ സപ്തർഷിമാര് പരസ്പരം ചോദിച്ചു, നമ്മൾ പണ്ട് രക്ഷിച്ച ആ വ്യക്തി ഇവിടെ എങ്ങാനും ഉണ്ടാവുമോ? അപ്പൊ അതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, അയാളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടാവും. ഏതായാലും പുറ്റൊന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചു.
ഉറ്റൊന്ന് മാറ്റി നോക്കിയപ്പോഴോ അവിടെ ആ ഭഗവാൻ വാൽമീകി മഹർഷിയെ അവിടെ ഇങ്ങനെ കണ്ടു. വാൽമീകിയായിട്ട് അങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പൊ രാമനാമം ജപിച്ചാൽ തന്നെ ഇത്രയധികം മഹത്വം ഉണ്ടെങ്കിൽ, ശ്രീരാമനെ അറിഞ്ഞാൽ, ശ്രീരാമന്റെ ആ മഹിമ അനുഭവിച്ചാൽ, ശ്രീരാമതത്വം അടുത്തറിഞ്ഞാൽ, രാമായണം ശ്രദ്ധിച്ചാൽ എന്തെല്ലാം മാറ്റം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. രാമനാമം ജപിച്ചപ്പോഴേക്കും ഇതിനു മുൻപേ ഈ വാൽമീകി ആരായിരുന്നു? വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. ജീവിതവൃത്തിക്കായി നിത്യം പിടിച്ചു പറിച്ചും കൊണ്ട് ജീവിച്ച വാൽമീകി മഹർഷി ആദ്യം എങ്ങനെയായിരുന്നു? പിന്നെന്തായി അദ്ദേഹത്തിന്റെ ഭാവം? മനസ്സിലാക്കണം, അഹിംസയുടെ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. തമസാ നദിയുടെ തീരത്തിലൂടെ വാൽമീകി അങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു മരത്തിലായി 2 പക്ഷികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു പക്ഷി ഒരു വേടൻ അമ്പ് ചെയ്ത് കൊന്നു. വാൽമീകിയുടെ മുമ്പിൽ നിന്നാണ് ഈ ഒരു വധ ഉണ്ടായത്. ആ ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമുണ്ടാക്കുകയാണ്. ക്രൗഞ്ചദ്വന്ദ്വവിയോഗോത്ഥ ശോകശ്ലോകത്വമാഗത. ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വധിച്ചതിന്റെ പേരില് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ ആ സങ്കടം, ആ ദുഃഖം അതെന്തായിട്ട് മാറി? ശോകശ്ലോകത്വമാഗത. ആ ശോകം അതൊരു ശ്ലോകമായിട്ട് മാറുകയാണ്. അതാണ് രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം. ഏതാണ്? മാ നിഷാദ പ്രതിഷ്ഠാന്ത്വം അഗമശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം. മാ നിഷാദ പ്രതിഷ്ഠാന്ത്വം. അല്ലയോ നിഷാദ, നിനക്കൊരിക്കലും ഒരു ചിരപ്രതിഷ്ഠ കിട്ടാതെ പോകട്ടെ. കാരണം എന്താണ്? പക്ഷികളിൽ ഒന്നിനെ നീ അമ്പ ചെയ്ത് കൊന്നില്ലേ. അതുകൊണ്ട് ഒരു കാലത്തും നിനക്ക് ആ ഒരു സമാധാനം, ഒരു ശാന്തി അനുഭവിക്കാൻ കഴിയാതിരിക്കട്ടെ. ആദ്യത്തെ എങ്ങനെയായിരുന്നു? എന്തിനേയും കൊന്നു തിന്ന്, അതുപോലെ ഏതൊരാളെയും ബുദ്ധിമുട്ടിച്ച് പിടിച്ചു പറിച്ചും കൊണ്ടൊക്കെ നടന്നിരുന്ന ഈ വ്യക്തി രാമനാമം ജപിച്ചതോടുകൂടി ആരായി മാറി? അഹിംസയുടെ ആ കാരുണ്യത്തിന്റെ കരുണരസമാണ് രാമായണത്തിൽ മുഴുവനുള്ളത്. കാരുണ്യത്തിന്റെ മൂർത്തിയായിട്ട് മാറി. അതാണ് രാമായണത്തിന്റെ മഹത്വം. അങ്ങനെയുള്ള ഈ രാമായണം, വാൽമീകി രചിച്ച രാമായണം, ആദികാവ്യമായ രാമായണം, ശ്രുതം ഹി വർണ്ണിതം ഭൂരി ത്വയാ സീതാപതേർമുഹു. എത്രയോ രാജാക്കന്മാരും എത്രയോ ഋഷീശ്വരന്മാരും തത്വദർശികളും ഒക്കെ പ്രതിപാദിച്ച രാമായണം. എത്ര കൃതികളാ രാമായണത്തെ അടിസ്ഥാനമാക്കി. വാൽമീകിയാണ് ആദ്യം എഴുതിയതെങ്കിലും വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്പസ്വല്പം വ്യത്യാസം വരുത്തിക്കൊണ്ട് അനവധി രാമായണങ്ങൾ സംസ്കൃത ഭാഷയിലും മറ്റ് പ്രാദേശിക ഭാഷകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എത്ര രാമായണമാണ് ഉണ്ടായത്? ആദ്യം വാൽമീകി രാമായണമാണ്. പിന്നീട് എത്ര രാമായണങ്ങൾ ഉണ്ടായി? മഹാഭാരതത്തിൽ രാമായണമുണ്ട്. രാമോപാഖ്യാനം. വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ വാൽമീകി രാമായണം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർഭം എന്താണെങ്കിൽ, കാട്ടിലൂടെ അങ്ങനെ നടക്കുകയാണ് പാണ്ഡവന്മാര്. കള്ളച്ചൂതിൽ പരാജയപ്പെട്ട് അങ്ങനെ പോവുക. അങ്ങനെ പോകുന്ന സമയത്താണ് മാർക്കണ്ഡേയ മഹർഷിയെ കണ്ടത്. മാർക്കണ്ഡേയ മഹർഷിയോട് യുധിഷ്ഠിരൻ ചോദിച്ചു, ഞങ്ങളെപ്പോലത്രയധികം ദുഃഖം അനുഭവിച്ചവര് ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ലല്ലേ ചോദിച്ചു. അന്നേരം പറഞ്ഞു മാർക്കണ്ഡേയൻ, നിങ്ങളൊന്നുമല്ല, നിങ്ങളെക്കാളൊക്കെ എത്ര ദുഃഖം അനുഭവിച്ചവരുണ്ട്. ആ ശ്രീരാമൻ അനുഭവിച്ചതിന്റെ പകുതി പോലും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ആ സന്ദർഭത്തിലാണ് രാമായണം വിശദീകരിച്ചു കൊടുക്കുന്നത്. മഹാഭാരതത്തിൽ രാമായണമുണ്ട്. അതുപോലെ അനവധി ഗ്രന്ഥങ്ങളിൽ, പുരാണങ്ങളിലൊക്കെ രാമായണം കാണാൻ കഴിയും. രാമായണം തന്നെ പലതരത്തിലല്ല പല രീതികളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത്ഭുത രാമായണം, ആനന്ദ രാമായണം, അധ്യാത്മരാമായണം. അതും വ്യാസഭഗവാൻ രചിച്ച രാമായണമാണ് അധ്യാത്മരാമായണം. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഗമായി അധ്യാത്മരാമായണം വരുന്നുണ്ട്. സ്വതന്ത്ര കൃതിയാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അധ്യാത്മരാമായണം. അതാണ് എഴുത്തച്ഛൻ മലയാളത്തിൽ വിവർത്തനം ചെയ്തത്, കിളിപ്പാട്ടായിട്ടൊക്കെ വിവർത്തനം ചെയ്തത് അധ്യാത്മരാമായണം. ഇങ്ങനെ അനവധി രാമായണങ്ങൾ സംസ്കൃത സാഹിത്യത്തിൽ തന്നെ രാമായണത്തെ അടിസ്ഥാനമാക്കി കൊണ്ട് മഹാകാവ്യങ്ങളും നാടകങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഭാസ മഹാകവിയുടെ അഭിഷേക നാടകം, പ്രതിമാ നാടകം, ഇത് രണ്ടും രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പിന്നെ ധാരാളം ദിഗ്നാഗന്റെ ഒരു കൃതി കുന്തമാല, അനവധി രാമായണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കാളിദാസന്റെ രഘുവംശം, അതുപോലെ ഭട്ടിയുടെ രാവണവധം,
ഇങ്ങനെ അനവധി കൃതികൾ രാമായണത്തെ അടിസ്ഥാനമാക്കി ഉണ്ട്. അനർഘരാഘവം, മുരാരി എന്നുള്ള കവിയുടെ അനർഘരാഘവം, ഹനുമൻ നാടകം, എത്രത്ര രാമായണത്തെ അടിസ്ഥാനമാക്കി കൊണ്ട് എത്രത്ര കൃതികളാ സംസ്കൃതത്തിൽ ഉണ്ടായത്. രാമായണമാണ് നമ്മുടെ ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിൽ മുഴുവൻ രാമായണത്തെ നമുക്ക് കാണാൻ കഴിയും. അധ്യാത്മരാമായണത്തിന് മുൻപ് തന്നെ രാമചരിതം, അത് അനവധി കൃതികൾ മലയാളത്തിൽ തന്നെ ഉണ്ട്. പിന്നെ തമിഴിൽ കമ്പരാമായണം, തമിഴിലെ സംഘകാല കൃതികളിൽ തന്നെ രാമായണത്തിന്റെ ധാരാളം പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അനവധി പരാമർശങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെ എത്ര ഒറീസയില്, അതുപോലെ തെലുങ്കില്, എല്ലാ ഭാഷകളിലും, അതുപോലെ ദോഹയായിട്ട് രാമചരിതമാനസം, ഹിന്ദിയില്, ഹിന്ദിയല്ല പ്രാചീന ഹിന്ദി, അതിൽ രാമചരിതമാനസം, ഇങ്ങനെയുള്ള അതിവിശിഷ്ടമായ രാമായണം എത്രയോ ആചാര്യന്മാര് അവർക്കൊക്കെ ഉയരാൻ, അവരുടെ ആ സാഹിത്യ ശക്തി പ്രകടമാക്കാൻ, സാഹിത്യ അനുഗ്രഹം പ്രകടിപ്പിക്കാനായിട്ടൊക്കെ ഉപയോഗപ്പെടുത്തിയത്, പ്രതിഭ ഉപയോഗപ്പെടുത്തിയത് എന്തിന്റെ മുകളിലാണ്? രാമായണത്തിന്റെ മുകളിലാണ്. ഭാരതത്തിൽ മാത്രമൊന്നല്ല, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ, തായ്ലൻഡ്, മ്യാൻമർ, അതുപോലെ ജാവ, ആ ഭാഗങ്ങളിലെല്ലാം രാമായണത്തിന്റെ ആ ഒരു സ്വാധീനം ഒരു 10,000-2000 വർഷങ്ങളായിട്ട് കാണാൻ സാധിക്കും. ബാലിദ്വീപ്, ഇവിടെയൊക്കെ രാമായണം ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ആ രാമായണത്തിന്റെ മഹിമ എത്രയാ പറയേണ്ടത്, പറഞ്ഞാലൊന്നും തീരില്ല. 24,000 ശ്ലോകത്തിലാണ് വാൽമീകി മഹർഷി രാമായണം നിബന്ധിച്ചത്. 24,000 ശ്ലോകം. ആദികാവ്യമാണ് രാമായണം. സംസ്കൃതത്തിൽ രാമായണം ആദികാവ്യമാണ്. എന്നാൽ രാമായണത്തെ പോലെ പിന്നൊരു കൃതി ഉണ്ടായിട്ടുണ്ടോ സംസ്കൃതത്തിൽ? ഉണ്ടായിട്ടുമില്ല. ആദ്യം ഉണ്ടായ തന്നെ 100% പൂർണ്ണമാണ്, ഒന്നും തികയാനില്ല. അത്ര മനോഹരമായ ശ്ലോകങ്ങൾ. പിന്നീടുള്ള എല്ലാ കവികൾക്കും ഒരു വഴി കാണിച്ചു കൊടുത്തത്, എങ്ങനെ സാഹിത്യം രചിക്കണം എന്നുള്ള വഴി കാണിച്ചു കൊടുത്തത് ആരാ? വാൽമീകിയാണ്. വാൽമീകിയെ സ്വീകരിച്ചും കൊണ്ടാണ് കാളിദാസൻ, ഭവഭൂതി, ഇവരെല്ലാവരും അവരുടേതായ കൃതികൾ രചിച്ചത്. അതുപോലെ പിന്നീട് ഇങ്ങോട്ട് വന്നാൽ ആധുനികരായ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആശാൻ, ഉള്ളൂര്, വള്ളത്തോള്, ഇവർക്കൊക്കെ ഒരു പ്രമാണം ആരാ? വാൽമീകിയാണ്. വാൽമീകി കളിച്ചു കൊടുത്ത ആ വഴിയിലൂടെയാണ് അവരെല്ലാവരും പോയത്, കാട്ടിക്കൊടുത്ത വഴിയിലൂടെയാണ് പോയത്. അങ്ങനെയുള്ള ആ വാൽമീകിയുടെ രാമായണം എത്രയാ പറയേണ്ടത്, പറഞ്ഞാലൊന്നും തീരില്ല. ആദ്യ ഒരു ശ്ലോകത്തിൽ അങ്ങനെ പറഞ്ഞു: ഗുർവർത്ഥേ ത്യക്തരാജ്യോ വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായാഃ പാണിസ്പരിശാക്ഷമാഭ്യാം രചിതപഥരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാശൂർപ്പണഖ്യാഃ പ്രിയവിരഹരുഷാരോപിത ഭ്രൂവിജൃംഭത്രസ്താബ്ധി ബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോവതാന്ന. ശ്ലോകത്തിൽ അങ്ങോട്ട് പറയാണ്. എന്താ ഭാഗവതത്തിൽ 2 അധ്യായം ഉള്ളെങ്കിലും 2 അധ്യായത്തിൽ ഇത്രയധികം ഭംഗിയായിട്ട് ഇനി സംഗ്രഹിക്കാൻ കഴിയില്ല. ഭാഗവതം അതെ വാൽമീകിയുടെ രാമായണത്തെക്കാൾ ഒരു പടിയും കൂടി മുകളിലാണോ ഭാഗവതത്തിന്റെ സാഹിത്യം എന്ന് നമുക്ക് തോന്നിപ്പോകും. ഭാഗവതം അതേട്ടോ സംസ്കൃതത്തിൽ ഉണ്ടായ ഏറ്റവും ഗംഭീര സാഹിത്യകൃതിയാണ്. സാഹിത്യം എന്നുള്ള നിലയ്ക്ക് പരിചയപ്പെട്ടാൽ അതാണല്ലോ ഒരു ശ്ലോകത്തിൽ കാണാം, മഹാരണേ, മഹായുദ്ധത്തിലാണ് വീരന്മാരുടെ പരീക്ഷ ഉണ്ടാവുക. അതുപോലെ ദുഃഖം വരുമ്പോഴാണ് പതിവ്രതയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖം ഉണ്ടാവുമ്പോഴാണ് ഭാര്യയുടെ മഹത്വം മനസ്സിലാവുക, ഭാര്യയുടെ യോഗ്യത പരീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ പണ്ഡിതനാണോ എന്ന് നോക്കാൻ എന്താ പരീക്ഷ? പാണ്ഡിത്യത്തിന്റെ ഉദാഹരണം ഭാഗവതേ വിദ്യാവതാം ഭാഗവതേ പരീക്ഷ എന്നാണ്. അത്രയധികം എന്താ പറയേണ്ടത്, സാഹിത്യ സൗന്ദര്യം ഭാഗവതത്തിലും കാണാൻ കഴിയും. അതാണ് ഈ 1ാമത്തെ ശ്ലോകം തന്നെ നോക്കൂ. ഗുർവർത്ഥേ ത്യക്തരാജ്യോ, അച്ഛന് വേണ്ടി രാമൻ എന്ത് ചെയ്തു? രാജ്യത്തെ തന്നെ ഉപേക്ഷിച്ചു. ഗുർവർത്ഥേ ത്യക്തരാജ്യോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രാമനോട് നേരിട്ട് ഉപേക്ഷിക്കണം, രാജ്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞത് എന്താണ്? എന്നെ കൊന്നിട്ടെന്നെങ്കിലും നീ രാജാവൂ എന്നാ പറഞ്ഞത്. ഒരിക്കലും ഒഴിവാക്കാൻ വേണ്ടി ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ടില്ല. 14 കൊല്ലം കാട്ടിലേക്ക് പോവുക വേണ്ടത്. എന്താ ഈ 14 കൊല്ലം എന്ന് കൈകൈ പറയാൻ കാരണം? അന്നത്തെ കാലത്തെ വ്യവസ്ഥ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ, അന്നത്തെ കാലത്തുള്ള രീതി അനുസരിച്ച് പറഞ്ഞാൽ, സ്മൃതി നിയമപ്രകാരം പറയുകയാണെങ്കിൽ, ഒരു വസ്തു ഞാൻ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. 10 വർഷത്തോളം കാലം ഞാൻ ആ വസ്തുവിനെ കുറിച്ച് ചോദിക്കുന്നേ ഇല്ല വിചാരിച്ചോളൂ. ഞാൻ ഏൽപ്പിച്ച വസ്തു ആരതായി? അയാളതായി. ഞാൻ ആർക്കാണോ ഏൽപ്പിച്ചു കൊടുത്തത് ആ വ്യക്തിയുടേതായി.
അപ്പൊ ശ്രീരാമൻ ഇനി തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ്, ഭരത, നിനക്ക് തന്ന ആ രാജ്യം എനിക്ക് തരണം, ഞാനല്ലേ വലിയേട്ടൻ, മൂത്ത ജ്യേഷ്ഠൻ ഞാനല്ലേ, അതുകൊണ്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഭരതൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, 14 കൊല്ലമായില്ലേ, 10 കൊല്ലത്തിനിടയ്ക്ക് രാമൻ വരണം എന്നെങ്കിൽ അങ്ങനെ ഒന്ന് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. ഇതിപ്പോ 14 കൊല്ലമായി. 14 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് ചോദിച്ചാലും ഭരതന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് കൈകേയി രാമൻ 14 കൊല്ലം കാട്ടിലേക്ക് പോകണം എന്നും രാമന് നിശ്ചയിച്ചതായ ആ അഭിഷേകം എൻ്റെ മകനായ ഭരതനായിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടും രാമൻ എന്ത് ചെയ്തു? രാജ്യം ശ്രിയം പ്രണയിന സുഹൃദോ നിവാസം തെക്വായയോ വനം സൂനിവ മുക്തസംഗഃ. എങ്ങനെയാണോ യോഗികള് നിഷ്പ്രയാസം തങ്ങളുടെ ദേഹത്തെ ഒഴിവാക്കുന്നത്, ഉപേക്ഷിക്കുന്നത്, സാധാരണക്കാർക്ക് എളുപ്പമല്ല എന്ന് കാണിക്കാൻ അങ്ങനത്തെ ഒരു ഉപമ പറഞ്ഞത്. സാധാരണക്കാർക്ക് ദേഹം ഒഴിവാക്കാൻ എളുപ്പമല്ല, ദേഹമാണല്ല. എന്നാൽ യോഗികൾക്കോ ശരീരം എന്ന് പറഞ്ഞാൽ പാമ്പിന് തോല് പോലെയുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ അഹിരിവത്വജം അത്തഭഗ എന്നൊക്കെ കാണാം ഭാഗവതത്തില്. പാമ്പ് എന്ത് ചെയ്യുന്നു? തോലൊഴിവാക്കുന്നു, ഒരു പ്രയാസവും ഇല്ലാതെ ഒഴിവാക്കുന്നു. അതുപോലെ മഹായോഗികള് ധ്യാനത്തിലൂടെ ആ ആത്മാവിനെ പരമാത്മാവിലേക്ക് ചേർത്ത് ഈ ദേഹത്തെ ഒരു വസ്ത്രം പോലെ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. അതുപോലെ രാമൻ എന്ത് ചെയ്തു? ഈ ഒരു രാജ്യത്തെ, അയോധ്യയെ സന്തോഷത്തോടു കൂടി ഒഴിവാക്കി. അതാ കാണിക്കുന്നത്. യോഗികൾ സന്തോഷത്തോടു കൂടിയിട്ടാ ഈ ലോകം വിട്ടു പോണത്. സന്തോഷത്തോടു കൂടി രാജ്യത്തെ തന്നെ ഒഴിവാക്കി. നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. രാമൻ അവിടെ പറയുന്നില്ലേ, രാജ്യത്തെ രക്ഷിപ്പതിഞ്ഞു മതീയവൻ രാജ്യം ഉപേക്ഷിപ്പതിഞ്ഞു ഞാനും മതി. രാജ്യത്തെ രക്ഷിക്കാൻ ഭരതന് സാധിക്കും, രാജ്യത്തെ ഉപേക്ഷിക്കാനോ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, തനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. രാജ്യത്തെ രക്ഷിപ്പതിഞ്ഞു മതീയവൻ രാജ്യം ഉപേക്ഷിപ്പതിഞ്ഞു ഞാനും മതി. നാഹമർത്ഥത മരോ ദേവി ലോകമാവസ്തുമുത്സഹേ വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാശ്രിതം നാഹമർത്ഥപരോ ദേവി. കൈകേയിയോട് രാമൻ പറയാണ്, നാഹമർത്ഥപരോ ദേവി, ഞാൻ അർത്ഥപരനാണോ? അല്ല. നാഹമർത്ഥപരോ ദേവി ലോകമാവസ്തുമുത്സഹേ, ഈ ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കാൻ പോലും എനിക്കൊരു പ്രയാസമില്ല. വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാശ്രിതം, ഞാൻ വിമലമായ ധർമ്മത്തെ ആശ്രയിച്ചും കൊണ്ടിരിക്കുന്ന ആ ധർമ്മസ്വരൂപനാണ് എന്ന് നീ മനസ്സിലാക്കൂ. അതാണ് രാമന്റെ മഹത്വം. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. അമൂല്യമായ ആ ധർമ്മത്തെ, എത്രയാ ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഈ സമാജത്തെ, സമൂഹത്തെ നിലനിർത്തുന്ന, ഒന്നാക്കി ചേർത്ത് കോർത്ത് നിർത്തുന്ന മൂല്യങ്ങൾക്കാണ് ധർമ്മം എന്ന് പറയുക. സത്യം, ദയ, അഹിംസ, ഭാഗവതത്തിൽ തന്നെ കാണാലോ. കരുണ, 30ഓളം ധർമ്മത്തെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഈ ധർമ്മങ്ങളുടെ മുഴുവൻ മൂർത്തിയാണ് ആര്? ശ്രീരാമൻ. ധർമ്മത്തിന് ഉദാഹരണമായിട്ട് ഇപ്പൊ ആരെയെ കാണാൻ കഴിയുള്ളൂ? ധർമ്മത്തിനൊരു വിഗ്രഹം കൊടുക്കുകയാണെങ്കിൽ ആരെയാ ചൂണ്ടിക്കാണിക്കുക? ശ്രീരാമനെയാണ് ചൂണ്ടിക്കാണിക്കുക. രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ്. എന്നാൽ ശ്രീകൃഷ്ണനോ? ശ്രീകൃഷ്ണൻ ധർമ്മത്തിന്റെ മാത്രം വിഗ്രഹമല്ല, 4 പുരുഷാർത്ഥങ്ങളുടെയും വിഗ്രഹമാണ് ഭഗവാൻ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും മൂർത്തിയാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീരാമൻ അങ്ങനെയല്ല, ധർമ്മത്തിന്റെ മൂർത്തിയാണ്. ധർമ്മം നമ്മളിൽ ഉണ്ടായാൽ തന്നെ മതി. ധർമ്മത്തിലൂടെ തന്നെ നമുക്ക് എവിടേക്ക് എത്താൻ കഴിയും? മോക്ഷത്തിലേക്ക്, ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കും. ധർമ്മം തന്നെ മതി. ധർമ്മത്തിലൂടെ സത്യത്തിലേക്ക് എത്താനായി സാധിക്കും. അങ്ങനെയാണല്ലോ വാൽമീകി രാമായണത്തിന് തുടക്കം തന്നെ. രാമൻ എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർ മുനിപുംഗവം. തപസ്സും സ്വാധ്യായവും എല്ലാം വാൽമീകിക്കുണ്ട്, നാരദ മഹർഷിക്കുണ്ട്. തപസ്വീ വാൽമീകി എന്നാണ്, തപസ്വിയായ വാൽമീകി. തപസ്വാധ്യായ നിരതം നാരദം, നാരദ മഹർഷിയോടായിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദ്യം? ഈ ലോകത്തിൽ ആരാണ് ധർമ്മിഷ്ഠൻ? കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ആരാണ് ഏറ്റവും ധർമ്മിഷ്ഠൻ? ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. സത്യസന്ധനായത് ആരാണ്? ചാരിത്രേണ ച കോ യുക്ത. ചാരിത്ര്യം ആരിലാണുള്ളത്? സർവഭൂതേഷു കോ ഹിത. സർവചരാചരങ്ങൾക്കും ഹിതകാരിയായത് ആരാണ്? വിദ്വാൻ കക്ക സമർത്ഥശ്ച. ആരാണ് വിദ്വാൻ? ആരാണ് സമർത്ഥൻ? കശ്ചൈക പ്രിയദർശന. ആരാണ് പ്രിയദർശനൻ? ആരാണ്
ധർമ്മത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നത്? ഇങ്ങനെ ചോദിച്ച സമയത്ത് ഉത്തരം നൽകി, ഇക്ഷ്വാകുവംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത. ഇക്ഷ്വാകുവംശത്തിൽ ജനിച്ച ശ്രീരാമനിലാണ് ഈ ഗുണങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. യശസ്വി ജ്ഞാനസമ്പന്ന, അദ്ദേഹം യശസ്വിയാണ്, ജ്ഞാനിയാണ്. പറയാണ്, പ്രജാനാം ജഹിതേരത, പ്രജകളുടെ ഹിതം സാധിപ്പിച്ചു കൊടുക്കുന്നവനാണ്. ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കല്ല, പ്രജകളുടെ ഹിതം സാധിപ്പിച്ചു കൊടുക്കുന്നവനാണ്. ഇങ്ങനെ രാമന്റെ ഓരോരോ പ്രാധാന്യവും ഓരോരോ മഹത്വവും എടുത്തങ്ങനെ പറയാണ്. ധർമ്മിഷ്ഠനായ രാമൻ അവതാരമാണ്, ഭഗവാന്റെ അവതാരമാണ് എന്ന് വ്യക്തമായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. തുടക്കത്തിലും പറയുന്നുണ്ട്, മധ്യത്തിലും പറയുന്നുണ്ട്, അവസാനവും പറയുന്നുണ്ട്. പക്ഷെ അവതാരം എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ് രാമന്റെ ആ മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും ധാർമ്മികതയ്ക്കുമാണ് വാൽമീകി മഹർഷി കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആ രാമൻ പറയാണ്, രാജ്യത്തെ രക്ഷിക്കാൻ ഭരതൻ വിചാരിച്ചാൽ സാധിക്കും, രാജ്യം ഒഴിവാക്കാനോ തനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയാണ്. ഏതായാലും അങ്ങനെയുള്ള ആ രാമന്റെ ചരിത്രം ആയിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് ഇവിടെ. എത്ര ദിക്കില ആ രാമന്റെ ആ ധാർമ്മികത നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ രാമന് വേണമെങ്കിൽ ആ ശ്രീരാമനോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല കാട്ടിൽ പോവാൻ. അതാണല്ലോ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് രാമൻ ആ അയോധ്യയെ ഒഴിവാക്കുകയാണ്. അതും എങ്ങനെയുള്ള അയോധ്യ പറയുന്നുണ്ട്. കണ്ടോളോം കൺകുളിർക്കും സുഭവന മനോഹാരിണി രാജലക്ഷ്മി കണ്ഠശ്ലേഷം കലർന്നുള്ള അഖില വസുമതി ബാലമാലാഭിരാമ ഭണ്ഡാരം കൊണ്ട് പരിപൂർണമായ ആ അയോധ്യ. ഗജമത സുരഭീഭൂത ശൃംഗാടക പണ്ടുണ്ടായി പോലെ അയോധ്യ നഗരി പരിചിത രാജധാനി രഘൂണാം. ഭണ്ഡാരം കൊണ്ട് പൂർണമായ ആ അയോധ്യ. ഒരു തരത്തിൽ പറയാച്ച ഒരു ബുദ്ധിമുട്ടും അയോധ്യയിലില്ല. അങ്ങനെയുള്ള ആ അയോധ്യയെയാണ് അച്ഛന്റെ വാക്കിനെ സത്യമാക്കുന്നതിനായിട്ട് ശ്രീരാമൻ എന്ത് ചെയ്തത്? ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങോട്ട് ഒഴിവാക്കുന്നത്. ആലോചിച്ച് നോക്കൂ. എന്നിട്ടോ കല്ലിലൂടെയും മുള്ളിലൂടെയൊക്കെ നടന്നു. വളരെ മൃദുലമായ ആ പാദങ്ങളോടുകൂടിയ ഭഗവാൻ ലോകത്തിന് എന്താ ധർമ്മം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സഞ്ചരിച്ചു. അങ്ങനെയുള്ളതായ ആ ശ്രീരാമചന്ദ്രസ്വാമി നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. എന്നിട്ട് വിസ്തരിച്ച് അങ്ങനെ പറയുകയാണ്. എന്തൊക്കെയാ അവിടെ പറയുന്നത്? അതുകൊണ്ടാണല്ലോ വാൽമീകി രാമായണത്തെ കുറിച്ച് വിവേകാനന്ദ സ്വാമികള് വിദേശങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പറയും, രാമ ഈസ് ദ ഐഡിയൽ സൺ, ഐഡിയൽ ബ്രദർ, ഐഡിയൽ ഹസ്ബൻഡ് ആൻഡ് എബോവ് ഓൾ രാമ ഈസ് ദ ഐഡിയൽ കിങ്. രാമ ഈസ് ദ ഐഡിയൽ സൺ, രാമൻ മാതൃകാ പുത്രനാകുന്നു, മാതൃകാ സഹോദരനാകുന്നു, മാതൃകാ ഭർത്താവാകുന്നു. ഈ പറഞ്ഞ എല്ലാറ്റിനേക്കാളും മുകളിലാണ് രാമൻ. ആരാണ്? മാതൃകാ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞാൽ എല്ലാറ്റിനും മാതൃകയും കൊണ്ടാണ്. ആദ്യം തന്നെ വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പോയി. താടകയുടെ ആ വഴിയിലൂടെയാണ് വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, ഇവിടെ എന്താ അങ്ങനെ വരാൻ കാരണം? ആരെയും കാണുന്നില്ലല്ലോ. നേരം പറഞ്ഞു, കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമത്രേ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. ഇത് താടകയുടെ സ്ഥലമാണ്. താടകയെ പേടിച്ച് ഈ വഴിയിലൂടെ ഒന്നും ആരും സഞ്ചരിക്കാറില്ല എന്ന് പറയാണ്. ഈ വഴിയിലൂടെ ഒന്നും ആരും പോവാറില്ല എന്ന് പറയാണ്. കൊല്ലണമവള നീ വല്ല ജാതിയും ഇപ്പോൾ ഏതെങ്കിലും പ്രകാരത്തിൽ ഈ താടകയെ വധിക്കണം. കാരണം എല്ലാവർക്കും ഭീഷണിയായി കൊണ്ടിരിക്കുന്ന ഒരു രാക്ഷസീയമായ സ്വഭാവം. അതാണ് രാക്ഷസൻ എന്ന് പറഞ്ഞ അർത്ഥം. സാക്ഷരനാണെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്താൽ അവൻ ആരായി? രാക്ഷസനായി. മറ്റുള്ളവർക്ക് എപ്പോഴും ഉപദ്രവം മാത്രമേ ചെയ്യുന്നുള്ളൂ വെച്ചാൽ അയാൾ രാക്ഷസനായി. അങ്ങനെയുള്ള ആ താടകയെ വധിച്ചു. കല്യാം കുർവന്നഹല്യാം പഥിപഥരജസാ പ്രാപ്യ വൈദേഹഗേഹം. അതിനുശേഷം നേരെ അങ്ങനെ സഞ്ചരിച്ചു. കല്ലായി കിടക്കുന്ന ആ അഹല്യയെ അനുഗ്രഹിച്ചു. അതിനുശേഷം നേരെ ആ വിദേഹരാജ്യത്തിലേക്ക് എത്തി. മിഥിലയിൽ വെച്ച് ശൈവചാപം മുറിച്ച് സീതാദേവിയെ വിവാഹം കഴിച്ചു. തിരിച്ച് അയോധ്യയിൽ വന്നു. അയോധ്യയിൽ 12 വർഷം സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ചു. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അന്തർനാടകങ്ങളൊക്കെ സംഭവിച്ചത്. അങ്ങനെ കാട്ടിലേക്കായിട്ട് പോവുകയാണ്. അവിടെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത്
വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ലക്ഷ്മണന് സുമിത്രാദേവി കൊടുക്കുന്ന ഒരു ഉപദേശം രാമായണത്തിൽ കാണാം. വളരെ ഭംഗിയുള്ളൊരു ഭാഗമാണ്. പറയാണ്, എന്താ സുമിത്ര പറഞ്ഞത്? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം. രാമൻ എങ്ങനെ കാണണം? നീ ദശരഥനായിട്ട് തന്നെ കാണണം. പിന്നെ പറഞ്ഞു, മാം വിദ്ധി ജനകാത്മജാം. സീതാദേവിയെ എങ്ങനെയാ കാണേണ്ടത്? ഒരു സ്ത്രീ ആയിട്ട് കണ്ടാ പോരാ, ഏടത്തിയമ്മയായിട്ട് കണ്ടാ പോരാ. എങ്ങനെ കാണണം? മാം വിദ്ധി, അമ്മയായി തന്നെ കാണണം. എത്ര നല്ല ഉപദേശം നോക്കൂ. ഈ ഉപദേശം അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു ലക്ഷ്മണൻ. നമുക്ക് എവിടെ കാണാം? കിഷ്കിന്ധാകാന്ഡത്തിൽ കാണാൻ സാധിക്കും. സീതാദേവിയുടെ ആഭരണമാണോ എന്ന് പരിശോധിക്കാൻ കുറെ ആഭരണം അവിടെ ഏൽപ്പിച്ചു കൊടുത്തു, രാമന്റെ കയ്യിലേക്ക് കൊടുത്തു. രാമൻ പറഞ്ഞു, എനിക്കിതൊന്നും നിശ്ചയില്ല. ലക്ഷ്മണ, നീ ഒന്ന് നോക്കി നോക്കൂ, ഇത് സീതാദേവിയുടെ ആഭരണമാണോ എന്ന് നോക്കൂ. അപ്പൊ ലക്ഷ്മണൻ നോക്കി. ലക്ഷ്മണൻ നോക്കിയിട്ട് പറഞ്ഞു, ലക്ഷ്മണൻ പറഞ്ഞു അതിന് മുമ്പ് തന്നെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ജ്യേഷ്ഠ. എനിക്ക് സീതാദേവിയുടെ ഒരു പാദസരം മാത്രമേ അറിയുള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. നാഹം ജാനാമി കേയൂരേ നാഹം ജാനാമി കുണ്ടലേ നൂപുരേ ത്വാഭിജാനാമി നിത്യം പാദാഭിവന്ദനാൽ. നാഹം ജാനാമി കേയൂരേ. കേയൂരൻ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങോട്ട് ഞാൻ നോക്കിയിട്ട് തന്നെ ഇല്ല. നാഹം ജാനാമി കുണ്ടലേ. കുണ്ടലവും ഞാൻ കണ്ടിട്ടില്ല. ആ ഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അമ്മയെപ്പോലെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നർത്ഥം. ഒരു അവസാനം പറയാണ്, നൂപുരേ ത്വാഭിജാനാമി. പാദസരം കണ്ടാൽ മനസ്സിലാവും. കാരണം എന്താ? നിത്യം പാദാഭിവന്ദനാൽ. എല്ലാ ദിവസവും ഞാൻ അവിടെ പോയിട്ട് നമസ്കരിക്കാറുണ്ട്. ഈ ഇങ്ങനെയുള്ള കാട്ടിലേക്കൊക്കെ പുറപ്പെട്ട് പോകുന്നില്ലേ, അത് ആലോചിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? നമസ്കരിക്കാറുണ്ട്. അത് മാത്രം അറിയാ എന്ന് പറയുന്ന ലക്ഷ്മണൻ ഏതായാലും കാട്ടിലേക്ക് പോവുകയാണ്. ഈ സീതയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആദ്യം രാമൻ പറയുന്നുണ്ട് സീതാദേവിയോട്, പോരണ്ട എന്ന് പറയുന്നുണ്ട്. വൈദേഹി പോരേണ്ട പോരേണ്ട ബാലേ, പൈതാഹ ശാന്തിക്കു ഭയങ്ങളില്ലേ, ഹേ ദേവി കല്ലുണ്ടു മുള്ളുണ്ടു കാട്ടിൽ, നീ പോരണ്ട എന്ന് പറയാണ്. അപ്പൊ സീതാദേവി എന്താ പറഞ്ഞത്? ഇന്നാണെങ്കിലോ വരുന്നില്ല, നിങ്ങൾ എങ്ങോട്ടാച്ചാ പോയിക്കോളൂ, എനിക്ക് എന്റെ സ്വത്തോ ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ സ്വത്തോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടെ എഴുതി തന്നോളൂ, നിങ്ങൾ ഏത് നരകത്തിലേക്കാച്ചാ പോയിക്കോളൂ, അതാണ് ഇന്നാണെങ്കിൽ മിക്കവാറും ഉണ്ടാവുക. എന്നാ സീത എന്താ പറഞ്ഞത്? അഗ്രതസ്തേ ഗമിഷ്യാമി മൃഗ്രന്ഥി കുശകണ്ഠകാൻ. മുമ്പിൽ ഞാൻ നടക്കും എന്ന് പറയാണ്. പിന്നാലെ അങ്ങ് വരേണ്ടതായിട്ട് വരും. മുമ്പിൽ ഞാൻ നടക്കും. അതല്ലേ, ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരേണ തുല്യങ്ങളെനിക്കതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടല. അങ്ങയുടെ കൂടെ നടക്കാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല എന്ന് പറയാണ്. ആലോചിച്ച് നോക്കൂ ആ സീതയുടെ ഒരു ശങ്കൂറ്റം, ആ ധൈര്യം ആലോചിച്ച് നോക്കൂ. എന്നല്ല, അവിടെ രാവണഗൃഹത്തിലെത്തിയ സീതയെ പലതരത്തിലും പ്രലോഭിപ്പിച്ചു. പ്രലോഭനത്തിലൂടെയും പ്രീണനത്തിലൂടെയും ഒക്കെ തന്റെ വശത്താക്കാനായി രാവണൻ ശ്രമിച്ചു. ചെറിയ ചോദിക്കും, രാവണൻ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ലല്ലോ, സീതയെ അശോകവനികയെ കൊണ്ടുപോയിട്ട് വെക്കിയല്ലേ ചെയ്തിട്ടുള്ളൂ, ഒരു ദോഷം പോലും രാവണൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിലര് പറഞ്ഞേക്കാം. എന്താ കാരണം? ഒരു കുഴപ്പവും രാവണൻ ചെയ്യാതിരിക്കാൻ കാരണം എന്താണ്? ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ അവളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ തല പൊട്ടിത്തെറിച്ചു പോകുന്ന ഒരു ശാപം രാവണന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് യുദ്ധകാണ്ഡത്തിലെ 13ാമത്തെ സർഗത്തിൽ, വാൽമീകി രാമായണത്തിലെ 13ാമത്തെ സർഗത്തിൽ കാണാം. രാവണന്റെ ഒരു ഭൃത്യനായ സുപാർശ്വൻ ചോദിക്കുകയാണ്, അല്ല രാവണ, എന്തിനാ ഈ സീതയുടെ മനസ്സ് മാറ്റാനായിട്ടൊക്കെ ശ്രമിക്കുന്നു? സീതയെ അങ്ങോട്ട് ബലാത്കാരേണ പ്രാപിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാവണൻ പറയുന്നുണ്ട്, എനിക്ക് ബലാത്സംഗം ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല, പക്ഷെ എങ്ങനെ ഒരു ശാപം കിട്ടിയത് കൊണ്ടാ. അതാ രാവണൻ പറഞ്ഞത്. ഈ രാവണനെയാണ് ചില ആൾക്കാർ ഹീറോ ആയിട്ട് കൊണ്ടു നടക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഈ രാവണനെയാണ് ഹീറോ ആയിട്ട് കൊണ്ടു നടക്കുന്നത്. രാമനല്ല യോഗ്യൻ, രാവണനാണ്. ശൂർപ്പണഖയെ അപമാനിച്ച രാമനേക്കാളും മഹാൻ രാവണനാണ് എന്നാ പറയുന്നത്. എന്താ ആലോചിച്ച് നോക്കും ഇവരുടെയൊക്കെ ഒരു അവസ്ഥ. ബലാത്സംഗം ചെയ്യാനുള്ള വിഷമം അതാണ് ഭൃത്യനോട് പറഞ്ഞത്. പണ്ട് പുഞ്ചികസ്ഥല എന്ന് പേരായ ഒരു അപ്സരസിനെ ഞാൻ ആക്രമിച്ച സമയത്ത് അത് കണ്ടിട്ട് ബ്രഹ്മാവ് രാവണനെ ശപിക്കുകയാണ്. എന്താ ശാപം? ഒരു സ്ത്രീയെ അവളുടെ സമ്മതം കൂടാതെ തൊട്ടിട്ടുണ്ടെങ്കിൽ തല 10 പൊട്ടിത്തെറിക്കും രാവണ എന്ന് പറയാണ്. അത് കേട്ടിട്ടാണ്, ആ ശാപം കാരണമാണ് രാവണൻ ഒന്നും ചെയ്യാതിരുന്നത്. ഏതായാലും ആ സീതാദേവിയെ പലതരത്തിലും വിഷമിപ്പിച്ചു രാവണൻ. പ്രീണിപ്പിക്കാനൊക്കെ നോക്കി. എന്തിനു പറ്റും രാമൻ അവിടെ ഒന്നുമില്ല.
രാജ്യത്ത് ഒഴിവാക്കിയ, രാജ്യം തന്നെ ഇല്ലാത്ത ഒരാള്, വെറും മഹർഷിയെ പോലെ നടക്കുന്നവൻ, ആ രാമനാൽ എന്ത് ഫലം നിനക്ക് കിട്ടും? ദാ ലോകം മുഴുവൻ എന്റെ കീഴിലാണ്. ഭുജ അപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം പരിചരിക്കും നിന്നെ. സുന്ദരീ വർഗങ്ങളൊക്കെ നിന്റെ ഭൃത്യകളായി മാറും. അങ്ങനെയുള്ള എന്നെ സ്വീകരിക്കൂ എന്ന് രാവണൻ പറയാണ്. ഇങ്ങനെ പറഞ്ഞ ആ രാവണന്റെ നേർക്ക് ഒരു പുല്ലിട്ട് കൊടുത്തു. സീത പറഞ്ഞത് എന്താ? നീ എനിക്കൊരു പുല്ലിന് സമാനമാണ് എന്നാ സീത പറഞ്ഞത്. ഒരു തൃണത്തെ പോലെ രാവണനെ കണ്ടു. അതല്ലേ ഉള്ളൂര് പറഞ്ഞത്, വൈരിയോങ്ങും വാഴ നാരായി. പാതിവ്രത്യത്തിന്റെ കരുത്തുകൊണ്ട് തപസ്യായിട്ട് നിൽക്കുന്ന ആ സീതയ്ക്ക് വൈരിയൊങ്ങും വാഴ നാരായി. വൈരിയൊങ്ങുന്ന വാള് ഏതിന് സമാനമായി? വാഴനാരിന് സമാനമായി. അങ്ങനെയുള്ള സീതയാണ് ഭാരതത്തിന്റെ ആദർശം. ഈ രാമായണത്തെ പോലെ തന്നെ പറയുന്ന ഗ്രീക്കിലെ ഒരു പ്രധാനപ്പെട്ട സാഹിത്യമാണ് ഇലിയഡ്, ഹോമറിന്റെ ഇലിയഡ്. ഇലിയഡിലും ഇതേപോലെ ഒരു കഥയാണ്. ഹെലൻ എന്നു പേരായ അതിലെ നായികയെ ഒരാൾ തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ആ ഹെലനെ വീണ്ടെടുക്കാനായിട്ട് പാരീസ് എന്ന് പേരായ ഒരാൾ തട്ടിക്കൊണ്ടുപോകും. അയാളാണ് വില്ലൻ. ആ വില്ലനിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് മിനിലോസ് എന്ന നായകൻ പുറപ്പെടുകയാണ്. ഇവിടെ എന്താ സംഭവിച്ച വ്യത്യാസമുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കും തന്നെ ഈ ഹെലൻ ആരുടെ കൂടെ കൂടി? പാരീസിന്റെ കൂടെ കൂടി. തന്റെ ഭർത്താവിനെ ഒഴിവാക്കി പാരീസിനോടൊപ്പം തന്നെയാണ്. പിന്നെ 19 കൊല്ലം അവരവിടെ തന്നെ താമസാക്കി. ഭാര്യാഭർത്താക്കന്മാരായി തന്നെ ജീവിച്ചു. അങ്ങനെയുള്ള ആ ഹെലനെ വീണ്ടെടുക്കാനായിട്ട് വലിയൊരു യുദ്ധം തന്നെ നടന്നു. യുദ്ധത്തിൽ അവസാനം ഹെലനെ വീണ്ടെടുത്തു. പക്ഷേ വീണ്ടും ആ പാരീസിന്റെ കൂടെ നിൽക്കുന്ന പത്നിയെയാണ് ആര് കാണുന്നത്? അതിലെ നായകൻ കാണുന്നത്. ഹെലൻ എവിടെ കിടക്കുന്നു, സീത എവിടെ കിടക്കുന്നു? രണ്ടും തമ്മിൽ അത്ര വ്യത്യാസമുണ്ട്. ഹെലൻ ഏതൊരു സംസ്കാരത്തെയാണോ സ്വീകരിക്കുന്നത്, ഭോഗത്തിന്റെ സംസ്കാരത്തെയാണ് യൂറോപ്പിലെ ഓരോ നായകന്മാരും നായികമാരും കാണിച്ചു തരുന്നത്. എന്നാ ഇവിടെയോ ത്യാഗത്തിന്റെ സംസ്കാരമാണ് സീതയും രാമനും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഭാരതവും യൂറോപ്പും തമ്മില് പുത്തേഴത്ത് രാമൻ മേനോൻ പറയുന്നുണ്ട്. പുത്തേഴത്ത് രാമൻ മേനോൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, രാമായണ സപര്യ എന്നൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഹെലനും സീതയും തമ്മിൽ ഭാരതവും യൂറോപ്പും തമ്മിലുള്ള വ്യത്യാസമാണ് സീതയും ഹെലനും തമ്മിലുള്ള ആ സമ്പ്രദായത്തിൽ കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എത്ര വ്യത്യാസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ചാരിത്രത്തിന്റെ സമ്പ്രദായത്തിലാണ് ഭാരതീയ സംസ്കാരം നിലകൊള്ളുന്നത്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷനും വേണം എന്നുള്ളതാണ് രാമായണം പഠിപ്പിച്ചു തരുന്നത്. അതല്ലേ ചാരിത്രേണ ചകോയുക്ത. ചാരിത്രം കൊണ്ട് ആരാണ് ഏറ്റവും യോജിച്ച ആള് എന്ന് ചോദിക്കുന്നതിനും കൂടിയുള്ള ഉത്തരമാണ് ശ്രീരാമൻ. ഏകപത്നി വ്രതധര. ഒരു വിവാഹമേ കഴിക്കുള്ളൂ, അത് വ്രതമാക്കി എടുത്തു. അതാ രാമന്റെ മഹത്വം. രാമന്റെ പിതാവിന് 3 ഭാര്യമാരാണ് പേരിലുള്ളത്. 350 ഭാര്യമാരെങ്ങാനുണ്ട് എന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവർ ഈ 3 പേരാ. അങ്ങനെയുള്ള ദശരഥനല്ല നമ്മുടെ ആദർശം. ആരാണ്? ഏകപത്നി വ്രതധര. ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ശ്രീരാമനെയാണ് ഭാരതീയരെന്നും ആദർശമായിട്ട് കാണാറുള്ളത്. ഇങ്ങനെയുള്ള ആ സീതാദേവിയുടെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളിലൂടെ പോയാലും രാമായണത്തിന്റെ ആ വൈഭവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതായാലും കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ പഞ്ചവടിയിലെത്തിയ സമയത്താണ് ശൂർപ്പണഖ തന്നെ വിവാഹം കഴിക്കണം എന്ന് വന്ന് പറയുന്നത്. ശൂർപ്പണഖയോട് രാമൻ പറഞ്ഞു, അങ്ങനെ വയ്ക്കുവോ ശൂർപ്പണഖെ? ഒരുത്തനായാലവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണമതീനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തനായാൽ ഒരുത്തി മാത്രമേ പാടുള്ളൂ ശൂർപ്പണഖെ. അവസാനം സീതയാണ് തന്റെ ദോഷത്തിന്, തന്റെ ആഗ്രഹത്തിന് തടസ്ഥം എന്ന് വിചാരിച്ച് സീതയെ ആക്രമിക്കാനായിട്ട് ഒരുമ്പെട്ട് വന്നു. ലക്ഷ്മണനോ മൂക്കും കാതും മുറിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രാമായണത്തിൽ. വാൽമീകി രാമായണത്തിൽ അങ്ങനെയാ പറഞ്ഞത്, മൂക്കും കാതും മുറിച്ചു എന്നാ പറഞ്ഞത്. ഏതായാലും അതിന്റെ പേരിൽ രാവണൻ വന്നു. കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് കഥ ഞാൻ വിസ്തരിക്കുന്നില്ല. സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി അശോകവനികയിൽ ശിംശപാ വൃക്ഷത്തിന്റെ താഴെ അവിടെ കൊണ്ടുപോയിട്ടാക്കി, അവിടെ നിർത്തി. പിന്നെ രാമൻ എല്ലാവരെയും അന്വേഷിച്ചും കൊണ്ട് അങ്ങനെ നടന്നു. സകല ആളുകളെയും അന്വേഷിച്ചും കൊണ്ട് അങ്ങനെ നടന്നു. എല്ലാവരോടും ചോദിച്ചു, സീതയെ കുറിച്ച് അറിയോ ചോദിച്ചു. ശബരിയുടെ സഹായം സ്വീകരിച്ചു, കബന്ധന്റെ സഹായം സ്വീകരിച്ചു, ജടായുവിന്റെ സഹായം സ്വീകരിച്ചു. അത് കഴിഞ്ഞു വാനരന്മാരായി സഖ്യം ചെയ്തു, സുഗ്രീവനായി സഖ്യം ചെയ്തു. വാനരന്മാര് ലങ്കയിലേക്ക് പുറപ്പെട്ടു പോയി.
ഹനുമാൻ ലങ്കയിലെത്തി സീതാദേവിയെ കണ്ട് തിരിച്ചു വന്ന് വിവരം പറഞ്ഞു. പിന്നെ അതിഗംഭീരമായ വാനര സൈന്യത്തോടുകൂടെ രാമൻ നേരെ ആ ലങ്കയിലേക്ക് സേതു ബന്ധിച്ച് ലങ്കയിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഭഗവാന് വേണമെങ്കിൽ ഈ വാനരന്മാരുടെ സഹായത്തിന്റെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇതിൽ തന്നെ പറയുന്നുണ്ട്, കിം തസ്യ ശത്രുഹനനേ കപയ സഹായ. ശത്രു സംഹാരത്തിന് എന്തിനാ രാമന് ഈ വാനരന്മാരുടെയൊക്കെ സഹായം? അതൊന്നും ആവശ്യമില്ല. ഇനി എന്തിനാ ഭഗവാൻ ഇതൊക്കെ ചെയ്തത്? ലോകത്തിന് വലിയൊരു വിപത്താണ് രാവണൻ. വലിയൊരു ആപത്തിനെ നശിപ്പിക്കാൻ സമൂഹത്തിന്റെ ഒരു ആപത്താണ് രാവണൻ. സമൂഹമായ ആ ആപത്തിനെ, അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ എന്ത് ചെയ്യണം? സാമൂഹികമായി എല്ലാവരെയും യോജിപ്പിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് രാമൻ ചെയ്തത്. സമൂഹത്തിന്റെ ഒരു വിപത്തായിരുന്നു രാവണൻ. അതാണല്ലോ രാവണൻ എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം പറയുന്നുണ്ട്. ഉറക്ക ശബ്ദം ഉണ്ടാക്കി ലോകത്തെ കരയിപ്പിക്കുന്നവൻ രാവണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം വാൽമീകി രാമായണത്തിൽ കാണാം. ഉറക്ക ശബ്ദം ഉണ്ടാക്കി ലോകത്തെ മുഴുവൻ കരയിപ്പിക്കുന്നവൻ. എന്താ രാമായണം പറഞ്ഞു തരുന്ന മറ്റൊരു തത്വം? ലോകത്തെ കരയിപ്പിക്കുന്നവർക്ക് ഒരു കാലത്തും ശാന്തി കിട്ടില്ല. രാമൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ലോകത്തെ രമിപ്പിക്കുന്നവൻ. രമയത്തെ എന്നാണ് അർത്ഥം. രമിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. രമിപ്പിക്കുന്നവർക്ക് മാത്രമാണ് ശാന്തിയും സമാധാനവും ഉണ്ടാവുക. സമൂഹത്തെ, സമാജത്തെ കരയിപ്പിക്കുന്നവർക്ക് ഒരു കാലത്തും ശാന്തി കിട്ടില്ല. കൊടുക്കാനും കഴിയില്ല, അവർക്ക് കിട്ടൂല്ല. അതാണ് രാമായണത്തിന്റെ സന്ദേശം. കാവ്യ അലങ്കാര സൂത്രത്തിലും കാവ്യപ്രകാശത്തിലും ഇങ്ങനെയുള്ള പല സംസ്കൃത അലങ്കാര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. രാമാധിപത് പ്രവർത്തിതവ്യം, രാമനെ പോലെ പ്രവർത്തിക്കണമെന്നും രാവണാധിപൽ ന പ്രവർത്തിതവ്യം, രാവണനെ പോലെ പ്രവർത്തിക്കരുത് എന്നും ബോധ്യപ്പെടുത്തുക. അതാണ് രാമായണത്തിന്റെ ലക്ഷ്യം തന്നെ. രാമായണത്തിന്റെ മാത്രമല്ല, സംസ്കൃതത്തിലുള്ള സാഹിത്യങ്ങളുടെ മുഴുവൻ ലക്ഷ്യം അതാണ്. രഘുവംശായാലും ഇങ്ങനെയുള്ള കൃതികളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ലക്ഷ്യം എന്താണ്? രാമനെ പോലെ ആവണം എന്നും രാവണനെ പോലെ ആകരുത് എന്നും ബോധ്യപ്പെടുത്തുക. അതാണ് ലക്ഷ്യം. ഇനിയിപ്പോ രാമനെ പോലെ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് ചെയ്താൽ മതി? രാവണനെ പോലെ ആവാതിരുന്നാൽ തന്നെ ധാരാളമാണ്. അത്രയേ വേണ്ടു. ഒരു ശ്ലോകത്തിൽ പറയുന്നില്ലേ, അമന്ത്രം അക്ഷരം നാസ്തി നാസ്തി മൂലമനൌഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭ. അമന്ത്രമക്ഷരം നാസ്തി, മന്ത്രമല്ലാത്ത ഒരക്ഷരം പോലും ഇല്ല എന്നാണ്. അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൌഷധം, ഔഷധമല്ലാത്ത ഒരു ചെടിയും ഇല്ല. അയോഗ്യ പുരുഷോ നാസ്തി, യോഗ്യതയില്ലാത്ത, ശക്തി ഇല്ലാത്തൊരു മനുഷ്യൻ, ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയും ഇല്ല. എന്താ പ്രശ്നം? യോജകസ്തത്ര ദുർലഭ. വേണ്ടതുപോലെ യോജിപ്പിക്കുക, സംയോജിപ്പിക്കുന്ന ആൾക്കാരാണ് വളരെ കുറവ്. അത് നടക്കണേ ഒരു സംയോജനം വേണ്ടേ? പന്തല്, സ്റ്റേജ്, ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ വേണ്ടേ? ഇത് നടത്തണേ എളുപ്പമാണോ? അങ്ങനെ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംയോജനമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ഈ പിറന്നാളിന്റെ ഭാഗമായിട്ട് ഭാഗവതത്തെ എന്ത് ചെയ്തു? സംയോജിപ്പിച്ചു. ഇതുപോലെ ധർമ്മത്തെ സംയോജിപ്പിക്കുകയാണ് ആര് ചെയ്തത്? ശ്രീരാമൻ ചെയ്തത്. അങ്ങനെ രാവണാദികളൊക്കെ നിഗ്രഹിച്ചു. സീതാദേവിയെ വീണ്ടെടുത്തു, തിരിച്ചു വന്നു. അയോധ്യയില് അതിഗംഭീരമായ ഭരണം. എന്താ രാമന്റെ ആ ഭരണം? രാമരാജ്യം എന്ന് വാൽമീകി മഹർഷി ഇത്ര തവണയാ രാമന്റെ ആ മഹിമ, ഭരണത്തിന്റെ ആ പ്രാധാന്യത്തെ എടുത്തെടുത്ത് പറഞ്ഞത്. ഇത്ര ദിക്കിലാ പറഞ്ഞത്. ന പര്യദേവൻ വിധവ നച വ്യാളകൃതം ഭയം. ന പര്യദേവൻ വിധവ നച വ്യാളകൃതം ഭയം. ഒരു തരത്തിലുള്ള ദുഃഖവും ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. വിധവകൾ കരഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. ന വ്യാധിജം ഭയം ജാപി, വ്യാധി രോഗഭയം ഉണ്ടായിരുന്നില്ല. രാമേ രാജ്യം പ്രശാസതി, രാമൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം, അങ്ങനെയല്ലേ പറഞ്ഞത്? പ്രജകളെ രക്ഷിച്ചു രാഘവൻ. എങ്ങനെയാണോ അച്ഛൻ മക്കളെ രക്ഷിക്കുന്നത്, അതുപോലെ രാമൻ രാജ്യത്തെ ഭരിച്ചു എന്ന് പറയാണ്. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം, അച്ഛൻ മക്കളെ നോക്കുന്നത് പോലെ രാമൻ ജനങ്ങളെ സന്തോഷിപ്പിച്ചു. വേണ്ട രീതിയിൽ കാലേ പരീക്ഷിക്കുമല്ലോ ഘനങ്ങളും. ജനങ്ങൾക്ക് രാമന്റെ പേരല്ലാതൊന്നും പറയാണ്ടായിരുന്നില്ല. രാമോ രാമോ രാമ ഇതി പ്രജാനാമ ഭവൻ കഥാ രാമഭൂതം ജഗതഭൂത് രാമേ രാജ്യം പ്രശാസതി. രാമോ രാമോ രാമ ഇതി. ഒരു അമ്മയ്ക്ക് രാമനെ പോലെ ഒരു മകൻ ഉണ്ടാവണമെന്ന് ആഗ്രഹം. ഒരു സ്ത്രീക്കോ, ഒരു യുവതിയായ സ്ത്രീക്ക് രാമനെ പോലെ ഒരു പതിയെ കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ആഗ്രഹം. അങ്ങനെയുള്ള ഒരു എല്ലാവർക്കും രാമനെ പോലെ, രാമഭൂതം ജഗതഭൂത്
രാമേ രാജ്യം പ്രശാസതി. ശ്രീരാമനെ കുറിച്ചല്ലാതെ ഒന്നും പറയാണ്ടായിരുന്നില്ല. എന്താ രാമായണത്തിൽ ആ രാജ്യതന്ത്രം? ഭരതൻ രാമന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ 100ാമത്തെ സർഗത്തിൽ കാണാം. കശ്ചിൽ സർഗം എന്നാണ് ആ സർഗത്തിന്റെ പേര്. ആ സർഗത്തില് അയോധ്യയിൽ നിന്ന് വന്ന ആ ഭരതനെ കണ്ട സമയത്ത് ശ്രീരാമൻ കുശലപ്രശ്നം എന്നുള്ള നിലയ്ക്ക് അനവധി വിഷയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു മാതൃകാ ഭരണം എങ്ങനെ കാഴ്ചവെക്കണം എന്നുള്ള ഒരു ഉപദേശവും കൂടി ഇതിൽ കാണാൻ കഴിയും. നിനക്ക് അവിടെ നന്നായിട്ട് നീ ഭരിക്കുന്നില്ലേ? നല്ല പോലെയുള്ള ആൾക്കാരല്ലേ? വേണ്ട ഗുണങ്ങളൊക്കെ തികഞ്ഞ മന്ത്രിമാരല്ലേ നീ നിശ്ചയിച്ചത്? കച്ചിത്തേ ദയിതാ സർവേ കൃഷി ഗോരക്ഷ ജീവിന. നിന്റെ ഭരണത്തില് കൃഷികാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നടക്കുന്നില്ലേ? പശുക്കളെ വേണ്ടതുപോലെ സംരക്ഷിക്കുന്നവർക്കൊക്കെ സന്തോഷല്ലേ? അതുപോലെ കൃഷി കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? കച്ചിൽ വൃദ്ധാശ്ച ബാലാശ്ച. വൃദ്ധന്മാർക്കും ബാലന്മാർക്കും ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ. വൈദ്യാൻ മുഖ്യാംശ്ച രാഘവ. വൈദ്യന്മാരെയൊക്കെ നോക്കുന്നില്ലേ? ശ്രദ്ധിക്കുന്നില്ലേ? ദാനേന മനസാ വാച. ദാനം കൊണ്ട് നീ അവരൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ലേ? സന്തോഷിപ്പിക്കുന്നില്ലേ? കച്ചിൽ ബലസ്യ ഭക്തം ജ. വേണ്ടതുപോലെ വേതനം കൊടുക്കുന്നില്ലേ? വേതനം ച യഥോചിതം. ശമ്പളമൊക്കെ വേണ്ടതുപോലെ കൊടുക്കുന്നില്ലേ? എല്ലാ കാര്യവും സൈന്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗം കാണാൻ കഴിയും. എങ്ങനെയാണ് ഒരു ഭരണം നടത്തേണ്ടത് എന്നുള്ള ആ ഒരു വിഷയം, എങ്ങനെയുള്ള ആളുകളാവണം ഓരോ ദിക്കിൽ നിൽക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ആ ഒരു ഭാഗം നോക്കിയാൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഒരു രാഷ്ട്രതന്ത്രം, രാഷ്ട്രമീമാംസ രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ രാഷ്ട്രമീമാംസ പ്രായോഗികമാക്കുകയാണ് അവിടെ ചെയ്തത്, തൻ്റെ ആ ഭരണത്തിൽ ശ്രീരാമൻ ചെയ്തത്. അതാണല്ലോ ആ രാമരാജ്യം എന്ന് ഗാന്ധിജി പോലും പറയാൻ കാരണം. തൻ്റെ പ്രജകളിൽ ചിലർക്ക് സീതാദേവിയോട് ചില ദോഷമുണ്ട്, മോശം അഭിപ്രായമുണ്ട്. സീതാദേവിയെ രാമൻ സ്വീകരിച്ചു. അതും എവിടെ? ലങ്കയിൽ കുറെ കാലം താമസിച്ച സീതയെ രാമൻ കൈക്കൊണ്ടു. രാവണഗൃഹത്തിൽ കൂടിയ സീതയെ കൈക്കൊണ്ടു. അഗ്നിശുദ്ധയാക്കിയതൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ പറയാൻ തുടങ്ങിയ സമയത്ത് തൻ്റെ പ്രജകൾക്ക് സീതയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? പ്രജകളുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം ഒരു ഭരണാധികാരി കൊടുക്കേണ്ടത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ പ്രജകളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. അതാണ് മുഖ്യധർമ്മം. ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് മുഖ്യധർമ്മം അതാണ്. പ്രജകൾക്ക് തന്നെക്കുറിച്ചോ താനുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെക്കുറിച്ചോ ഒന്നും ഒരു തരത്തിൽ പോലും ഒരു ദോഷവും ആരോപിക്കേണ്ട ഒരവസ്ഥ പോലും ഉണ്ടാവരുത്. അതാണ് നല്ല ഭരണാധികാരിയുടെ ലക്ഷണം എന്ന് സമാജത്തെ ബോധ്യപ്പെടുത്തുന്നതിന് എന്ത് ചെയ്തു? സീതാദേവിയെ തന്നെ ഉപേക്ഷിച്ചു. ഇഷ്ടണ്ടായിട്ട് ഒഴിവാക്കിയതൊന്നല്ല. ഇഷ്ടണ്ടായിട്ട് ഒഴിവാക്കിയതാണോ? അല്ല. അപ്പം അതാണ് മുഖ്യധർമ്മം. ഇപ്പം അവനവൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായി, ഒരു 9 മാസമൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് ഡോക്ടർ പറയാണ് വളരെ ഡേഞ്ചറാണ്, വലിയ പ്രശ്നമാണ്. ഒന്നെങ്കിൽ പ്രസവം കഴിഞ്ഞാൽ, പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അമ്മയോ അല്ലെങ്കിൽ കുട്ടിയോ ആരെ ഒരാൾ മരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അപ്പം തന്നെ ഒഴിവാക്കാം. സർജറി ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. കുട്ടിയുടെ കാര്യം ഏതായാലും നല്ല പ്രശ്നമാണ്. നീ അമ്മയ്ക്കും കൂടി ഇത് പ്രശ്നമാവും എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? എന്താ മുഖ്യധർമ്മം അവിടെ? എന്താ മുഖ്യധർമ്മം? കുട്ടി പോയാലും കുഴപ്പമില്ല, ആര് രക്ഷപ്പെടണം? ഭാര്യ രക്ഷപ്പെടുക, അമ്മ രക്ഷപ്പെടുക എന്നുള്ളതല്ലേ ഭർത്താവിന്റെ ധർമ്മം. അതാണ് മുഖ്യധർമ്മം എന്ന് പറഞ്ഞാൽ. അതെ, അമ്മ ചത്തോട്ടെ, ഭാര്യ ചത്തോട്ടെ, കുട്ടി ഉണ്ടാവുമല്ലോ, അങ്ങനെയല്ലല്ലോ വിചാരിക്കേണ്ടത്. ആദ്യം അവിടെ മുഖ്യധർമ്മം എന്താണ്? അമ്മയ്ക്കാണ്, ഭാര്യയ്ക്കാണ് മുൻതൂക്കം കൊടുക്കുക. അവരുടെ ജീവന് പ്രശ്നം വന്നാൽ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക് എന്താ മുഖ്യധർമ്മം? അത് എന്താണ്? തൻ്റെ പ്രജകളൊക്കൊന്നും തൻ്റെ ബന്ധുക്കളെ കുറിച്ച് പോലും ഒരു ദോഷം ആരോപിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഇത് ലോകത്തെ ബോധ്യപ്പെടുത്താനായി രാമൻ എന്ത് ചെയ്തു? സീത പരിശുദ്ധയാണ് എന്ന് അറിഞ്ഞും കൊണ്ട് തന്നെ രാമൻ സീതയെ കാട്ടിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. വാൽമീകി രാമായണത്തിൽ കാണാം, ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. രഘുവംശത്തിലും കാണാം, മനസ്സുകൊണ്ടൊരിക്കലും ത്യജിച്ചിട്ടില്ല. രാമൻ കരയായിരുന്നു ആ സമയത്ത്. ഏകപത്നി വ്രതധരൻ ആയിക്കൊണ്ടാണ്. പിന്നെ ഒരു യാഗം നടക്കുന്ന സമയത്ത് സീതയുടെ വേണമെങ്കിൽ പുനർവിവാഹമൊക്കെ കഴിക്കാലോ ആ കാലത്ത്. പക്ഷെ എന്താ ചെയ്തത്? കാഞ്ചനീയും സീതാം, സ്വർണം കൊണ്ടൊരു സീതയെ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ആ രാമന്റെ ഒരു അവസ്ഥയെ ആലോചിച്ച് നോക്കണം. ഇടയ്ക്ക് കോടതിയൊക്കെ പറയാറില്ലേ, സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന് പറയാറില്ലേ? കോടതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. എന്തിനാ ഈ സീസറിന്റെ അടുത്തേക്കൊക്കെ പോകുന്നു? സീസറൊക്കെ ജനിക്കുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ രാമൻ ഈ കാര്യം ലോകത്തിന് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. തൻ്റെ ബന്ധുക്കൾ സംശയത്തിന് അതീതന്മാരാവണം, ഭരണാധികാരികളുടെ ബന്ധുക്കൾ എന്ന ആ ഒരു സന്ദേശം രാമൻ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്.
അതാണല്ലോ ഭവഭൂതിയുടെ ഉത്തരരാമചരിതത്തിൽ കാണാം, രാമന്റെ അഭിപ്രായം കാണാൻ കഴിയും. സ്നേഹം ദയാം ച സൗഖ്യം ച യതി വാ ജാനകീമപി ആരാധനായ ലോകാനാം മുഞ്ചതോ നാസ്തി മേ വ്യഥ. സ്നേഹം ദയാം ച സൗഖ്യം ച, എന്റെ സ്നേഹത്തെയും എന്റെ സുഖത്തെയും യതി വാ ജാനകീമപി, നീ ജാനകിയെ തന്നെയും സീതാദേവിയെ തന്നെയും ഞാൻ എന്ത് ചെയ്യും? ആരാധനായ ലോകാനാം, ലോകത്തെ സന്തോഷിപ്പിക്കാൻ ഒഴിവാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. മുഞ്ചതോ നാസ്തി മേ വ്യഥ, ഒരു ദുഃഖവും എനിക്കില്ല എന്ന് പറയുന്ന രാമനെ ഭവഭൂതിയുടെ ഉത്തരരാമചരിതത്തിൽ കാണാൻ കഴിയും. അത് അക്ഷരം പ്രതി അനുവർത്തിക്കുകയും ചെയ്തു രാമൻ. അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ആ ധർമ്മത്തിന്റെ മൂർത്തിയാണ് എന്നർത്ഥം. മൂർത്തിമത് ഭാവമാണ് രാമൻ. ഇനി ഓരോരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കൂ രാമായണത്തിൽ. ഹനുമാന്റെ ഒരു അവസ്ഥ നോക്കൂ, ഹനുമാന്റെ ആ ഒരു മഹിമ ആലോചിച്ച് നോക്കൂ. പരാക്രമോത്സാഹമതി പ്രതാപ സൗശീല്യ മാധുര്യ നയാനയൈശ്ച ഗാംഭീര്യ ചാതുര്യ സുവീര്യ ധൈര്യൈ ഹനുമത കോപ്യധികോസ്തി ലോകേ. എന്താ ശ്ലോകം? ഗാംഭീര്യ ചാതുര്യ വാൽമീകി രാമായണത്തിലെ വരികളാണിത് ഹനുമാനെ കുറിച്ചുള്ള. പരാക്രമോത്സാഹമതി, പരാക്രമം, ഉത്സാഹം, സദ്ബുദ്ധി, അതുപോലെ ഐശ്വര്യം, മാധുര്യം, മധുരമായി സംസാരിക്കാനുള്ള കഴിവ്, നയം, നയതന്ത്രം, ഗാംഭീര്യ ചാതുര്യ, ആ ഗംഭീരമായ ആ ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവ്, അതുപോലെ സുവീര്യ ധൈര്യ, ധൈര്യം, ബുദ്ധിയെ നിയന്ത്രിക്കുക, ഇങ്ങനെ എല്ലാ മികവും തികഞ്ഞ ആ ഹനുമാനെ പോലെ വേറെ ആരാ ഉള്ളത് ചോദിക്കുകയാണ്. ഹനുമതക്കോപ്യധികോസ്തി ലോകേ, സൂര്യന്റെ അടുത്ത് പോയിട്ട് വ്യാകരണം വരെ പഠിച്ചിട്ടുണ്ട് ഹനുമാൻ. അങ്ങനെയുള്ള ആ ഹനുമാന്റെ മഹത്വം എത്രയാ പറയേണ്ടത്. ഹനുമാനെ ലങ്കയിലേക്ക് പറഞ്ഞയച്ച വിഭീഷണൻ ജാംബവാൻ, ജാംബവാന്റെ ആ ഒരു മഹത്വം ആലോചിച്ച് നോക്കൂ. ജാംബവാൻ പ്രേരിപ്പിച്ചതുകൊണ്ടല്ലേ ഹനുമാൻ ലങ്കയിലേക്ക് പോയത്. ജാംബവാനാണ് പ്രേരിപ്പിച്ചത്. നിനക്ക് സാധിക്കും, നീയല്ലേ, നിന്റെ കയ്യിലല്ലേ രാമൻ അങ്കുലീയകം തന്നത്, നിനക്ക് സാധിക്കാത്തതായിട്ട് എന്താ ഉള്ളത് ഹനുമാൻ? സുഗ്രീവസ്യ സമോ, നീ സുഗ്രീവന് തുല്യനാണ്, രാമന് തുല്യനാണ്, എല്ലാവരെക്കാൾ യോഗ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹനുമാൻ അങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. ആ പ്രേരണ കൊണ്ടാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടാനായിട്ട് സാധിച്ചത്. അങ്ങനെ നല്ല കാര്യത്തിനായിട്ട് പ്രേരിപ്പിക്കുന്ന, ഉയരത്തിലേക്ക് ചാടാൻ, എടുത്തു ചാടാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ജാംബവാന്റെ സ്വഭാവം ഏതൊരു രക്ഷിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും ഉണ്ടാവണം. കുട്ടികൾ ചിലപ്പോൾ പഠിക്കാനൊക്കെ കുറച്ച് പിന്നിലാണെങ്കിൽ പോലും വേറെ പല കഴിവും അവർക്ക് ഉണ്ടാവും. അതിനൊക്കെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. പല കഴിവുണ്ടാവുകയെ. എല്ലാവർക്കും ഇപ്പം A+B² എന്നുള്ളത് അറിഞ്ഞോളന്നില്ല. ചെറുക്കതായിരിക്കില്ല നിശ്ചയം ഉണ്ടാവുക. വേറെ പല കാര്യങ്ങളാവും അറിയുക. എന്താണോ ഉള്ള വിവരം, ആ വിവരം എന്താണോ അവർക്ക് അറിയുന്ന ജ്ഞാനം, ശക്തി, അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ആ ഒരു സ്വഭാവം അതുണ്ടാവുക. അത് ജാംബവാനെ കണ്ട് പഠിക്കണം. അങ്ങനെയുള്ള ജാംബവാൻ എല്ലാ കഥാപാത്രങ്ങളും, ഈ ശ്രീരാമന്റെ തന്നെ ആ ഒരു സമ്പ്രദായം നോക്കൂ. വിഭീഷണൻ വന്ന സമയത്ത് വിഭീഷണനെ കൂടെ കൂട്ടണ്ട, ഇയാൾ ചതിയനാണ്, ചതിക്കാൻ സാധ്യതയുണ്ട്, രാവണന്റെ സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ ശ്രീരാമൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താ രാമന്റെ ആ ഒരു മറുപടി? അല്ലയോ, നിങ്ങളൊക്കെ ജനാധിപത്യ രീതിയിൽ എല്ലാവരോടും ചോദിക്കും എന്താ വേണ്ടത്. സുഗ്രീവനോട് ചോദിച്ചു, ജാംബവാനോട് ചോദിച്ചു. ഹനുമാൻ മാത്രമേ പറഞ്ഞുള്ളൂ എന്ത്, വിഭീഷണനെ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് ഹനുമാനാണ്. കാരണം വാനരന്മാരിൽ എല്ലാവരും കള്ളന്മാരാവുമോ? അങ്ങനെ ആവണമെന്നില്ല. ചിലരൊക്കെ നല്ലവരുണ്ടാവില്ലേ? അല്ല, വാനരന്മാരിൽ, രാക്ഷസന്മാരിൽ എല്ലാവരും അപകടകാരികളാവുമോ? അതാവില്ല. ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ നന്നാവാൻ സാധ്യത ഉണ്ട്. അവിടെയാണ് പ്രസിദ്ധമായ വരി, ജാതിനാമ അതികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുദ്ധന്മാരുടെ മതം. വിവരമുള്ളവരുടെ അഭിപ്രായം എന്താണ്? ജാതി വളരെ കേമാണ്, നല്ല കുലത്ത് എന്ന് പറയുന്ന കുലത്തിലാണ് ജനിച്ചത്, നല്ല പേരുണ്ട്, അതും നല്ല അടിസ്ഥാനം. എന്താണ്? പ്രവൃത്തി എങ്ങനെയുണ്ട്, അതാണ് അടിസ്ഥാനം, ഒരാളുടെ മഹത്വത്തിന് അടിസ്ഥാനം. ഒരാളോട് ചോദിച്ചു, നടന്നു വരുന്ന ഒരാളാണ്, എവിടുന്നാ വരുന്നു, എന്താ പേര്? പേര് ഹരിശ്ചന്ദ്രൻ എന്നാണ് പേര്. എവിടുന്നാ വരുന്നു? സെൻട്രൽ ജയിലിൽ നിന്ന് വരിക. ഹരിശ്ചന്ദ്രൻ എന്നാ പേര്. പേരതായിട്ട് കാര്യമൊന്നുമില്ല. പേര്, ജാതി, ഇതൊന്നല്ല പ്രധാനം. ഒരാളുടെ മഹത്വത്തിന് കാരണം എന്താണ്? അയാളുടെ പ്രവൃത്തിയാണ് എന്ന് ഹനുമാൻ പറയുന്നുണ്ട്. ഏതായാലും രാമന്റെ അഭിപ്രായം പറഞ്ഞു. എന്താ പറഞ്ഞത് അവസാനം? അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതൽപ്രദം മമ, ഞാൻ എല്ലാവർക്കും അഭയം കൊടുക്കും. സകൃതേവ പ്രപന്യായ തവാസ്മീതി ച യാചതേ, അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതൽപ്രദം മമ. സകൃതേവ പ്രപന്യായ, ഒരിക്കൽ ഞാൻ അങ്ങയുടേതാണ് എന്ന് പറയേ വേണ്ടു.
സകൃദേവ പ്രപഞ്ഞായ മാസ്മീതി ജയാചതേ. അങ്ങയുടേതാണ് ഞാൻ എന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതി. അഭയം, അങ്ങനെ പറയുന്നവർക്കൊക്കെ അഭയം സർവഭൂതേഭ്യോ, സർവചരാചരങ്ങൾക്കും ഞാൻ അഭയം കൊടുക്കും എന്ന് പറയുന്ന ആ ശ്രീരാമന്റെ മഹത്വം ആലോചിച്ച് നോക്കൂ. ഈ യതിവാ രാവണോപിവാ, രാവണൻ വന്ന് പറഞ്ഞാലും രാമ ഞാൻ സീതയെ അങ്ങോട്ട് തരാം, അറിയാണ്ട് തട്ടിക്കൊണ്ടുപോകുന്നതാണ്, ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് സീതയെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പിന്നെ യുദ്ധം ഉണ്ടോ? ഇല്ല. അതോടുകൂടി യുദ്ധം അവസാനിപ്പിച്ചു. രാവണൻ വന്ന് പറഞ്ഞാൽ പോലും ഞാൻ എന്ത് ചെയ്യും? അഭയം കൊടുക്കും എന്ന് പറയുന്ന ആ രാമൻ. വിഭീഷണോ വാ സുഗ്രീവാ യതിവാ രാവണോപിവാ, വിഭീഷണനാവട്ടെ സുഗ്രീവ, വിഭീഷണനാവട്ടെ ഈ യതിവാ രാവണോപിവാ, രാവണനാവായാൽ പോലും ഞാൻ എന്ത് ചെയ്യും? അഭയം കൊടുക്കും എന്ന് പറയുന്ന ആ വ്യക്തിത്വം, വിശാലമായ ആ വ്യക്തിത്വം, അത് നമുക്ക് രാമനിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും രാമായണം പോലുള്ളൊരു ഇതിഹാസം ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അതുകൊണ്ടാണ് വാൽമീകി തന്നെ രാമായണത്തിന്റെ മഹത്വമായിട്ടൊരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? മനോഹരമായ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, യാവൽ സ്ഥാസ്യന്തി ഗിരയോ സരിതശ്ച മഹീതലേ താവദ് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. യാവൽ സ്ഥാസ്യന്തി ഗിരയ, ഈ ലോകത്തിൽ എത്ര കാലം പർവ്വതങ്ങൾ ഉണ്ടാവുമോ, എത്ര കാലം നദികൾ ഉണ്ടാവുമോ, എത്ര കാലം ഈ സമൂഹമായി നിൽക്കുന്നുണ്ടോ, അത്രത്തോളം കാലം രാമായണം ലോകത്തിൽ പ്രചരിച്ചും കൊണ്ടേയിരിക്കും. ഇന്നും ഇതാ പ്രചരിക്കുന്നുണ്ടല്ലോ. ഇന്നും അതെ, രാമായണത്തെ അടിസ്ഥാനമായി കൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള ഗവേഷണങ്ങളും അതുപോലെ പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും രാമായണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്തൊക്കെ നടക്കുന്നുണ്ട്. ആധ്യാത്മികമായ അർത്ഥത്തിൽ രാമായണം ഉണ്ട്. രാമതാപനി ഉപനിഷത്ത് വളരെ പ്രധാനമാണ്. ശ്രീരാമതാപനി ഉപനിഷത്ത് ആധ്യാത്മികമായ അർത്ഥത്തിൽ രാമായണത്തെ കാണാം. ഇപ്പൊ രാമൻ പ്രകാശമാണ്, രാവണനോ അജ്ഞാനമാണ്. രാമനാകുന്നതു പരമാത്മാ, പരമാത്മാവായ ആ സർവേശ്വരൻ, എല്ലാവരുടെയും ഉള്ളിൽ വിളങ്ങുന്ന ആ ആത്മതത്വം പരബ്രഹ്മം തന്നെയാണ് രാമൻ. രാമനാണല്ലോ, പരബ്രഹ്മം തന്നെയാണല്ലോ രാമനായിട്ട് അവതരിച്ചത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പരമാത്മാവായ രാമൻ ഇരിക്കുന്നുണ്ട്. ആരാ രാവണൻ? രാവണൻ ഇരുട്ടാണ്, അജ്ഞാനമാണ്. ആ ഇരുട്ടിനെ നീക്കിക്കഴിഞ്ഞാൽ, നശിപ്പിച്ചാൽ, രാമഭക്തി കൊണ്ട് ആ ഇരുട്ടിനെ നീക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയുന്നു? അജ്ഞാനത്തെ നീക്കിയാൽ തൻ്റെ ഉള്ളിലുള്ളതായ ആ രാമനെ നമുക്ക് സാക്ഷാത്കരിക്കാനായി സാധിക്കുന്നു. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം രാമായണത്തെ. ആ ഒരർത്ഥത്തിൽ ഉള്ള കാഴ്ചപ്പാടുണ്ട്. പിന്നെ രാമനെ പരമാത്മാവായിട്ടും ലക്ഷ്മണനെ ജീവാത്മാവായിട്ടും സീതയാദേവിയെ മായയായിട്ടും കൽപ്പിക്കാറുണ്ട്. ലക്ഷ്മണന് രാമന്റെ അടുത്തേക്ക് വളരെ കുറച്ച് ദൂരേ ഉള്ളൂ. പക്ഷെ എന്താ പ്രശ്നം? നടുക്ക് ആര് നിൽക്കുന്നു? സീതാദേവി നിൽക്കുന്നു. സീത കാരണം, മായ കാരണം ആരെ കാണാൻ കഴിയുന്നില്ല? രാമനെ കാണാൻ സാധിക്കുന്നില്ല. എന്താ വഴി? മായാദേവിയോട് തന്നെ പറയാ. സീതോപനിഷത്തൊക്കെ ഉണ്ടല്ലോ, സീതാദേവിയോട് തന്നെ പറയാ, മായാദേവി ഒന്ന് മായയെ നീക്കിത്തന്നാലും, ദേവി ഒന്ന് മാറിയാലും, അജ്ഞാനത്തിൽ നിന്ന് നീക്കിത്തന്നാലും എന്ന് ദേവിയോട് തന്നെ പറയാം. ആ ദേവി വിചാരിച്ചാൽ ജീവാത്മാവായ നമുക്ക് ഓരോരുത്തർക്കും ആരിലേക്ക് എത്താൻ കഴിയും? പരമാത്മാവായ രാമനിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും. അങ്ങനെ ഒരു വ്യാഖ്യാനം ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിലും, പല ആധ്യാത്മികമായിട്ടും ധാർമ്മികമായിട്ടും ഒക്കെ പല ആശയങ്ങളും എവിടെ കാണാം? രാമായണങ്ങളിൽ കാണാം. വാൽമീകി രാമായണം കൂടുതൽ ധാർമ്മികതയ്ക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. അധ്യാത്മരാമായണവും അതുപോലെ രാമതാപനി ഉപനിഷത്ത് ഇതൊക്കെ ആധ്യാത്മികമായ ഭക്തി പ്രാധാന്യത്തിനാണ് കൊടുക്കുന്നത്. ചിലർ പറയും ശൂദ്രനായ ശംഭൂകനെ രാമൻ വധിച്ചില്ലേ എന്നൊക്കെ പറയും. അതൊക്കെ 7ാമത്തെ കാണ്ഡമായ ഉത്തരകാണ്ഡത്തിലുള്ളതാണ്. ഉത്തരകാണ്ഡത്തിലുള്ള പല ഭാഗങ്ങളും പ്രക്ഷിപ്തമാണ്. എല്ലാ ആചാര്യന്മാരും അംഗീകരിക്കുന്നതന്നെയല്ലേ ഉത്തരകാണ്ഡം. അത് പൗരസ്ത്യരും പാശ്ചാത്യരും ഒക്കെ ഉത്തരകാണ്ഡത്തിന്റെ പല ഭാഗങ്ങളും പ്രക്ഷിപ്തമാണ്. ആ കാണ്ഡത്തിൽ എത്രയോ ഭാഗം വാൽമീകി എഴുതിയതല്ല എന്നുള്ള അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് ആലോചിച്ച് നോക്കൂ, നിഷാദനായ ആ പ്രധാനപ്പെട്ട 6 കാണ്ഡുണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാണ്ഡമാണ് അയോധ്യാകാന്ഡം. ആ അയോധ്യാകാന്ഡത്തിൽ നിഷാദനായ ഗുഹനെ രാമൻ ആലിംഗനം ചെയ്തില്ലേ? നീ തൊടരുത്, 30 മാറി നിൽക്കടാ എന്ന് പറയല്ലോ രാമൻ ചെയ്തത്. ആലിംഗനം ചെയ്തതാണ്. ഭാര്യ സംപരിഷ്വജ്യാന, സംപരിഷ്വജ്യ എന്നൊരു പദം തന്നെ അവിടെ കാണാം. അവിടെ വാൽമീകി രാമായണത്തിൽ കാണാം. തുടക്കത്തിലും എല്ലാ ദിക്കിലും ഗുഹൻ വളരെ പ്രധാനമാണ്, പ്രാധാന്യത്തോടുകൂടി നിൽക്കുന്നുണ്ട്. ഗുഹനോട് സന്തോഷല്ലേ, നിന്റെ ഭരണമൊക്കെ വേണ്ടതുപോലെയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ രാമനെ നമുക്ക് കാണാം. ആലിംഗനം ചെയ്യുന്ന രാമൻ. ഒരിക്കലും നിഷാദനായതുകൊണ്ട് മാറി നിൽക്കടാ, നിന്റെ സ്ഥലം എനിക്ക് വേണം, നീ വനവാസിയല്ലേ, നിന്നെ ഞാൻ ആക്രമിക്കുകയാണ് എന്ന് പറയല്ല രാമൻ ചെയ്തത്.
നീ ഭരണം വേണ്ടതുപോലെ നടത്തുന്നില്ലേ എന്ന് ചോദിക്കുന്ന രാമസ്യ ആത്മസമസഖ എന്നൊക്കെയാ പറഞ്ഞത്. രാമന്റെ ഏറ്റവും ആത്മമിത്രമായ ഗുഹൻ, തന്നെപ്പോൾ തന്നെ കാണുന്ന ഗുഹൻ, തന്റെ തന്നെ സ്വരൂപമായിട്ടാണ് വാൽമീകി മഹർഷി രാമന്റെ തന്നെ സ്വരൂപമായിട്ടാണ് ഗുഹനെ പറയുന്നത്. ഇങ്ങനെ എല്ലാവരെയും യോജിപ്പിക്കുന്ന, എല്ലാവർക്കും ആ വേണ്ട ആ ആശയത്തെ ഉൾക്കൊള്ളുന്ന, ശബരീന്റെ അടുത്ത് പോവുക, തപസ്വിയായ ശബരീന്റെ അടുത്ത് അങ്ങോട്ട് പോയിട്ട് അവരുടെ ആതിഥ്യത്തെ സ്വീകരിച്ച ആ വിശാല വീക്ഷണത്തോടു കൂടിയ ആ ശ്രീരാമന്റെ ആ മഹത്വം അത് പറഞ്ഞാലൊന്നും അവസാനിക്കില്ല.